അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസന്മാരെ, ഈ വൈകിയ വേളയിൽ ആരാധനയിൽ കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, വാത്സല്യ കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, എല്ലാ മക്കൾക്കും ഈ സന്ധ്യയിൽ ലോകൈക രക്ഷകനും മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പുകാരനുമായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള നിസ്തുല്യ വന്ദനത്തെ ഈ സന്ധ്യയിൽ ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിർമ്മലമായ തിരുവെഴുത്തും യേശു ക്രിസ്തുവിലുള്ള സാക്ഷ്യവും നിമിത്തം സന്ധ്യയെങ്കിൽ ഒരിക്കൽ കൂടി ഈ സഭാരാധനയിൽ വചനവുമായി നിൽപ്പാൻ കൃപാലുവായ ദൈവം എളിയവൻ ഒരു ദിനം കൂടി തന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ഈ സന്ധ്യയെങ്കിലും ഈ യോഗം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർഷിപ്പ് സെമിനാറിൻ്റെ ചുമതല വഹിക്കുകയും റീജിയൻ്റെ ചുമതലയിലായിരിക്കുന്ന വിൽഷം സാർ, മസ്കറ്റിൽ നിന്ന് കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ ഷാജി പാഷ്, നമുക്ക് മുമ്പ് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട കാലേ പാഷ്, നല്ല ഗാനങ്ങൾ പാടുന്ന കുഞ്ഞുങ്ങൾ, എല്ലാവരോടുമുള്ള അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി, കഴിഞ്ഞ രാത്രി പ്രസംഗിച്ചതിൻ്റെ അവസാന ഭാഗം, 6ാം ഭാഗമാണ്. കർത്താവിൻ്റെ വരവും അന്ത്യകാല സംഭവങ്ങളും വെളിപ്പാട് പുസ്തകമായിരിക്കും ഈ തരുണത്തിൽ പ്രസംഗിക്കുന്നത്. കർത്തൃദാസൻ സമയം തന്നിട്ടുണ്ട്. എല്ലാ ദിവസവും മലയാളം പാട്ടാണ് പാടിയത്. ഇന്ന് അരുമയാൻ ഒരു തമിഴ് പാട്ട് പാടുമ്പോൾ അവസാനിക്കുക. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അതുകൊണ്ട് 8:30 വരെ പോവാന്ന് സാറ് പറഞ്ഞു. എങ്കിലും 8, 10 ആകുമ്പോൾ നിർത്താം. സന്തോഷമില്ലല്ലോ, സ്വോത്രം. ഇന്ന് നിങ്ങൾക്ക് അവധിയാണല്ലോ, വളരെ നേരത്തെ അവസാനിക്കാം. അപ്പം എൻ്റെ പെൻ ഡ്രൈവ് ഇച്ചിരി സ്ലോ ആയതുകൊണ്ടാണ് സ്വോത്രം. സാറ് പറഞ്ഞത് റെഡി ആയിരിക്കും. സ്വോത്രം. 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദൈവസന്ധിയിൽ കടക്കാം. 8:05 തന്നെ നിർത്താൻ വിഷമിക്കേണ്ട. സ്വോത്രം. സുന്ദരമായ ലോകം, 7 വൻകര, ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, 190 സുന്ദരമായ രാഷ്ട്രങ്ങൾ, 70-ൽ പരം റിപ്പബ്ലിക്കുകൾ, 262 രാഷ്ട്രങ്ങളാണ് ലോകത്തിലുള്ളത്. 850 കോടിയിലേക്ക് ലോക ജനസംഖ്യ. ചൈനയെ കടത്തിവെട്ടിക്കൊണ്ട് ഇന്ത്യ ലോകത്തിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള പട്ടണമായി മാറിക്കഴിഞ്ഞു. 6000 ഭാഷ സംസാരിക്കുന്ന ലോക മനുഷ്യൻ. നാളെ എന്ത് ഭവിക്കുമെന്ന് ആർക്കും പ്രതിപാദിക്കാൻ വയ്യ. കണ്ടുപിടുത്തങ്ങൾ, ഒരു കഴുകൻ ഇര തേടി അന്തരീക്ഷത്തിലേക്ക് പോകുന്നത് പോലെ കണ്ടുപിടുത്തങ്ങളും സാമ്പത്തിക മണ്ഡലങ്ങളും ഉയർന്നപ്പോൾ കർത്തൃദാസൻ സൂചിപ്പിച്ചതുപോലെ 2019 ഒക്ടോബർ മാസം ചൈനയിലെ വുഹാനിൽ നിന്നിറങ്ങിയ 1 ഗ്രാം വൈറസ് ലോകത്തിൻ്റെ താളഗതികളെ മാറ്റി. കുഞ്ഞുങ്ങളോട് പ്രത്യേകിച്ച് പറയുക, എനിക്ക് ഒന്നാമത്തെ കാര്യം തൊണ്ട വയ്യാതിരിക്കുക. സ്വോത്രം. 119 സങ്കീർത്തനം വായിക്കാൻ തയ്യാറുണ്ട്. ഇവിടെ ഇരുന്നോണം. സ്വോത്രം. ഞാൻ പെന്നിച്ചാനെ കൊണ്ട് ചായ കുടിക്കും, ഞാൻ നിങ്ങളെ കൊണ്ട് സങ്കീർത്തനം വായിപ്പിക്കും. അതുകൊണ്ട് മിണ്ടാതിരുന്ന ചോക്ലേറ്റ് മേടിച്ച് തരാം, മിണ്ടരുത്. സ്വോത്രം. ഇന്ന് എവിടെ തൊട്ടാലും 2 വർഷത്തിന് പിറകിൽ നിങ്ങൾ കണ്ടു, എമിറേറ്റിൽ, ഓരോ എമിറേറ്റിലും നിങ്ങൾ കണ്ടു നോട്ടിനകത്ത് വൈറസ്, പാൽ പാക്കറ്റിനകത്ത് വൈറസ്, കമ്പ്യൂട്ടറിനകത്ത് വൈറസ്, വണ്ടിയുടെ കമ്പിയെ തൊട്ടാലും വൈറസ്. അവിടെയെല്ലാം വൈറസ് ആഞ്ഞടിച്ചപ്പോഴും ഇന്ന് രാത്രി വൈറസ് കടക്കാത്ത ഒന്ന് നമ്മുടെ കരങ്ങളിലുണ്ട്. അതിൻ്റെ പേരാ സ്വർഗത്തിൽ എന്തേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം. സാറേ, ഈ മൈക്കിൻ്റെ ഗെയിനിച്ചിരി കൂട്ടിയാട്ടെ. നാട്ടിൽ വരുമ്പം കണ്ടോളാം. ഇവിടെ രക്ഷയില്ലേലും ശരി, നാട്ടിൽ വരുമ്പം കണ്ടോളാം. ആ ഗെയിനിച്ചിരി ഒന്ന് കൂട്ടിയാട്ടെ, മൈക്കിൻ്റെ ഗെയിൻ. സ്വോത്രം. അങ്ങനെയെങ്കിൽ കോവിഡ് സാധാരണ സംഭവമല്ല. ഉലകത്തിൻ്റെ ചരിത്രം ശ്രദ്ധയോടെ ഇരിക്കണം. ഓരോ 100 വർഷത്തിനിടയ്ക്കും ഒരു പകർച്ചവ്യാധി ഇവിടെ വരും. എവരി 100 years കമ്മിങ് എ പെസ്റ്റിലൻസ് ആൾ ഓവർ ദ വേൾഡ്. 1800-ൽ മനുഷ്യകുലത്തെ മുച്ചൂട് മുടിച്ചുകൊണ്ട് അനവധി പേരെ മരണത്തിലേക്ക് തള്ളിവിട്ടി ഒരു മഹാവ്യാധി ഇവിടെ വന്നു. അതിൻ്റെ പേരായിരുന്നു പ്ലേഗ്. അത് കഴിഞ്ഞ് വളരെ സ്വസ്ഥതയോടെ ലോകം മുന്നോട്ട് പോയി. 117 വർഷം കഴിഞ്ഞു. 1917-ൽ കർത്താവിൻ്റെ വരവിൻ്റെ 3 ചാലുകൾ നടന്നു. 917-ൽ വീണ്ടും ഒരു മഹാവ്യാധി വന്നു. അതിൻ്റെ പേരാ സ്പാനിഷ് ഫ്ലൂ. രണ്ടാമത്തെ സംഭവം, പീലാത്തോസിന്റെ അരമന 2 കൂടുകൾ, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. യഹൂദ പരീക്ഷകൾ നിലവിളിച്ചു. കൊച്ചി, മട്ടാഞ്ചേരി മുതൽ ആഫ്രിക്കയിലെ നൈജീരിയ വരെ 110 രാജ്യങ്ങളിൽ യഹൂദൻ ചിതറി. അവൻ ആദ്യമായി മടങ്ങി വരുന്നത് 1ാം ലോകമഹായുദ്ധം. 1917 നവംബർ 11 രാത്രി 11 ആർതർ ബാൽബോർഡിന്റെ കരങ്ങൾ കൊണ്ട് തുർക്കിയുടെ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ നടുവിൽ വെച്ച് ആദ്യമായി ബാൽബോർഡ് വിളംബരത്തിൽ അത്തിച്ചെടി കുടിച്ചു വെച്ചു. കാന്തന്റെ വരവ്. 3ാമത്തെ സംഭവം, ഇന്ന് ലോകത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് ഭരണമെന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ആരാന്ന് പലർക്കും അറിയത്തില്ല. അദ്ദേഹം ഒരു യഹൂദനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് കാറൽ മാർക്സ്. സ്വാതന്ത്ര്യം, സമത്വം, സുന്ദരം, ജനാധിപത്യ, സോഷ്യലിസം. ഇത് വന്നത് കാറൽ മാർക്സിന്റെ മാർക്സിസം. കൂടെ ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു, ഫ്രെഡറിക് ഏംഗൽസ്. വന്നത് ഇസ്രായേലിലല്ല, റഷ്യയിലെ ഭരണാധികാരികൾ. അവരായിരുന്നു ക്രെംലിൻ കൊട്ടാരം അടക്കി വാണിരുന്നത്, സാർ ചക്രവർത്തിമാർ. 1917 മെയ് മാസം 1-ാം തീയതി തൊഴിലാളി സുഹൃത്തുക്കൾ യാത്രയായി ഇങ്ങനെ വിളിച്ചു. സർവ്വലോക തൊഴിലാളികളെ സംഘടിച്ചു
സംഘടിച്ചു ശക്തരാകുവേ. അന്നാണ് റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം. കാന്തന്റെ വരവിന്റെ 3 ചാലുകൾ. 917 ഒരു മഹാവ്യാധി, 917 അത്തിച്ചെടി കുഴിച്ചു വെക്കുന്നു, 917 അടുത്ത സംഭവം റഷ്യയുടെ മടങ്ങി വരവ് അഥവാ കമ്മ്യൂണിസ്റ്റ് ഭരണം. അത് കഴിഞ്ഞ് 102 വർഷം വളരെ കുഴപ്പമില്ലാതെ ലോകം പോയി. അതിൻ്റെ നടുവിൽ 2019 ചൈനയിൽ നിന്നിറങ്ങിയ 1 ഗ്രാം വൈറസ്. ഇത് സാധാരണ സംഭവമല്ല. ഇവിടെ നിങ്ങൾ നോവൽ കൊറോണ കണ്ടു, അത് കഴിഞ്ഞ് ഒമിക്രോൺ കണ്ടു, ഇതുവരെ അവസാനിച്ചിട്ടുള്ളത് പല രാജ്യങ്ങളിലുമുണ്ട്. JN2 JN1 മെഡിക്കൽ ഫീൽഡ് അറിയുന്നവർക്കറിയാം. ഇത് മൾട്ടിപ്പിളായിട്ട് ഇപ്പോഴും ലോക രാജ്യങ്ങളിൽ. യേശുക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണത്തിൽ നാഥൻ ഒരു കാര്യം ഇങ്ങനെ പറയുന്നു. അതാ മത്തായി 24:21 കൂടെ ബൈബിൾ വെക്കണം. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ചില കഷ്ടങ്ങളുടെ തുടക്കം. ഇൻ ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ് such a panic or pandemic situation not yet in rise the human kingdom watching a simultaneous pestilence all over the world. ഒരു മഹാവ്യാധി ഇവിടെ. കോവിഡിന്റെ മറവിൽ കാന്തന്റെ വരവിന്റെ 30 ലക്ഷണങ്ങൾ ഇവിടെ നടക്കുന്നു. 2 സംഭവങ്ങൾ. ദുബായിൽ നിന്നൊരു വിമാനം പുറപ്പെടുന്നതിന് മുമ്പ് മുന്നറിയിപ്പ് പോലെ, കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിൻ യാത്രയാകുന്നതിന് മുന്നറിയിപ്പ് പോലെ കർത്താവിന്റെ വരവിന്റെ 30 ചാലുകൾ നടക്കുന്ന ഇവിടെ. 2 കാര്യങ്ങൾ തൊട്ടുവെച്ച് വെളിപ്പാട് പുസ്തകത്തിലേക്ക്. അതിലൊന്ന് ഇന്ത്യയും ബഹിരാകാശവും. ശ്രദ്ധയോടെ ഇരിക്കണമേ കുഞ്ഞുങ്ങളെ, പഠിക്കുന്ന മക്കൾക്കായി. 2023 ഇന്ത്യയുടെ 1ാമത്തെ പരിവേഷം നടന്നു. 3.25 ലക്ഷം കിലോമീറ്ററുള്ള ചന്ദ്രനിലേക്ക് ഇന്ത്യ ഒരു ദൗത്യം അയച്ചു. അതിൻ്റെ പേര് ചന്ദ്രയാൻ 3. ശ്രദ്ധയോടെ, ഒരു റോക്കറ്റിനകത്ത് നിന്ന് 36 ഉപഗ്രഹങ്ങൾ ചന്ദ്രന്റെ മണ്ഡലത്തിൽ വിതറി. റോക്കറ്റിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് വിക്രം ലാൻഡർ. ഇന്ന് നമ്മുടെ വർഷിപ്പ് സെന്ററിൽ ഇവിടെ നടക്കുന്ന യോഗത്തിന്റെ നടുവിൽ വിക്രം ലാൻഡർ ചന്ദ്രന്റെ പടമെടുത്ത് ISROയ്ക്ക് അയച്ചു കൊടുക്കുന്നു. 2ാമത്തെ സംഭവം, ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ 15 കോടി കിലോമീറ്റർ കത്തിപ്പിടിക്കുന്ന സൂര്യനെ പിടിക്കുവാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു. അതിന്റെ പ്രോജക്റ്റിന്റെ പേര് ഗഗൻയാൻ. അതിനാസ്പദമായി ആദിത്യ 3 എന്ന് പറയുന്ന ഒരു ഉപഗ്രഹത്തെ മധ്യാകാശത്തിലേക്ക് അയച്ചു. 15 ലക്ഷം കിലോമീറ്റർ. കോട്ടയം കുമളി വണ്ടി മുണ്ടക്കയത്ത് കിടക്കുന്നില്ല, തൽക്കാലം അവിടെ കിടക്കുന്നു. പതിയെ യാത്ര ചെയ്യാൻ തുടങ്ങുന്നു. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ ശാസ്ത്രജ്ഞ സുനിത വില്യംസ് സ്റ്റാർലൈൻ പേടകത്തിനകത്ത് കയറി ബഹിരാകാശത്തിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. ഫെബ്രുവരിയിൽ മടങ്ങാൻ വരുന്നു. ഇവിടെ അവറോൺ ആകട്ടെ, അത് കഴിഞ്ഞിട്ട് ഗൾഫേഷൻ ആകട്ടെ, റേഡിയൻ്റ് ആകട്ടെ, ഏത് സ്കൂളാകട്ടെ, അവിടുത്തെ ജോഗ്രഫി ടീച്ചേഴ്സ്, ഫിസിക്സ് ടീച്ചേഴ്സ്, അവരുടെ മൊബൈലിൽ ഒരു പിക്ചർ വന്ന് നിങ്ങൾക്കും പറഞ്ഞു തരാം. ഏതാ? മാർസ് 1. കഴിഞ്ഞ ദിവസം ഷാർജയിലെ ബസ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ദുബായ്ക്കാർ ഒട്ടിച്ചിരിക്കുന്നു മനുഷ്യൻ ചന്ദ്രനിലേക്ക്. അതിൻ്റെ പേരാ മാർസ് 1. പല ബസ്സിലും സ്റ്റിക്കറായി. എന്താ ചന്ദ്രൻ? മനുഷ്യൻ ചൊവ്വയിലേക്ക്. ചൊവ്വയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? 5.25 കോടി കിലോമീറ്റർ 125 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ കത്തുന്ന ചൊവ്വയിൽ ചാടുവാൻ മലയാളി തയ്യാർ. പാലക്കാടുകാരി ലേഖ ശ്രദ്ധ, തിരുവനന്തപുരം സ്വദേശി രാകേഷും ചൊവ്വയിലേക്ക്. എലോൺ മസ്ക് പറയുന്നു 10 ലക്ഷം പേർ കാശ് തന്നാൽ ഞാൻ അവരെ അവിടെ എത്തിക്കാം. ചൊവ്വയിലേക്ക് മനുഷ്യൻ തയ്യാർ. പിന്നെ എമിറേറ്റ് കാശുള്ള അച്ചായന്മാർക്കും അമ്മമാർക്കും ഒരു സന്തോഷ വാർത്ത. ചൊവ്വയുടെ പ്രത്യേകത, വൈകിട്ട് നേരമിരുത്തിയാൽ 4 മാസം കഴിഞ്ഞേ സൂര്യൻ ഉദിക്കത്തുള്ളൂ. 4 മാസം ഉറങ്ങാൻ താല്പര്യമുള്ളവർ ചൊവ്വയിലേക്ക് പോകാം. സ്വോത്രം. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി 2023 ലാസ്റ്റ് ടൈം ബാംഗ്ലൂർ ISRO ES സോമനാഥ് സാർ, ISROയിലെ ശാസ്ത്രജ്ഞന്മാരെല്ലാം വിളിച്ചിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു. എന്ന ശൂന്യാകാശത്തിൽ നടക്കേണ്ട, അതിനാസ്പദമായ ഒരു ബേസ് സ്റ്റേഷൻ വേണം. വി നീഡ് എ ബേസ് സ്റ്റേഷൻ അറ്റ് ദ സ്പേസ് സേസ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. കോവിഡാനന്തര ലോകം ബൈബിളിനകത്തുണ്ടോ മക്കളെ? വായിക്കണ്ട. ലൂക്കോസ് 21:25 സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും മഹാലക്ഷ്യങ്ങൾ ഉണ്ടാകും. അതിൻ്റെ അപ്പുറത്തൊരു വാക്യമുണ്ട്, കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം പൂസീമവാസികൾക്ക് നിരാശയോട് കൂടിയ പരിഭ്രമം. മനോരമ മാത്രം വായിച്ചാൽ മതി. കള്ളക്കടൽ, കള്ളിക്കടൽ, 6 മീറ്റർ തിരമാല ഉയരുന്നു. ചിന്നമാമയുടെ കലം ചട്ടിയെല്ലാം തിരമാല കൊണ്ടുപോകുന്ന അന്ത്യ ഒരു കാലം വരുന്നു. ബൈബിൾ റേഡിയോയിൽ കോവിഡാനന്തര ലോകം നമ്പർ 1. നമ്പർ 2, ഇന്ന് രാത്രി ദുബായിൽ അനേക ഹോസ്പിറ്റലുകൾ ഹാർട്ട് മാറ്റും, ലങ്സ് മാറ്റും, പാങ്ക്രിയാസ് മാറ്റും, മുട്ടു മാറ്റും, എല്ലാം മാറ്റുന്ന ശസ്ത്രക്രിയ. പക്ഷേ കാലം മാറി, കഥ മാറി. വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് പോയാലും വിൽസൺ സാറിനെ പിടിക്കല് കണ്ടോ? ചൈനയിലെ ഹാർബിൻ മെഡിക്കൽ സെന്റർ. മക്കളൊന്ന് കാണിച്ചാട്ട്. ഒരു വല്യപ്പച്ചൻ ഡോക്ടറുടെ പേര് സർജിയാവോ കനവേറോ. 72 വയസ്സുള്ള അപ്പച്ചൻ 27കാരനെ ഒരു ചെറുപ്പക്കാരന് കിട്ടിയിരിക്കുന്നു. അവൻ്റെ പേര് സ്പിരിനാവോ വാലിഡോ. അവൻ്റെ പ്രത്യേകത എന്താ? അവൻ്റെ തല മന്ദീഭവിച്ചു, ബ്ലഡ് സർക്കുലേഷൻ ഇല്ല, ത്രോട്ടിനകത്തൂടെ ഇന്ന് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ വാലിബൻ്റെ അടുത്ത് ഈ ഡോക്ടർ പറഞ്ഞു, വാലിബാനി കവലപ്പെടാതെ ഒരരുമயான തല
തലയെ കിട്ടിയാൽ നിന്റെ തല അറുത്തു മാറ്റി ആ തല വെച്ച് 8 മണിക്കൂർ കൊണ്ട് സർജറി കഴിയും. 30 ദിവസം CCU, അതിനുശേഷം 6 മാസം ഒബ്സർവേഷൻ. നിനക്ക് വീട്ടിൽ പോകാം. പേരും റെഡിയായി. ഹെഡ് ട്രാൻസ്പ്ലാന്റേഷൻ ചൈന തയ്യാറെടുക്കുന്നു. ഇപ്പോൾ ഡോക്ടർ പൂച്ചയുടെ തല മാറ്റി, എലിയുടെ തല മാറ്റി, മനുഷ്യന്റെ തല മാറ്റാൻ പോന്നു. ശാസ്ത്രം എവിടേക്ക്? ദാനിയേൽ 12 അന്ത്യകാലത്തും മനുഷ്യന്റെ ജ്ഞാനം വർദ്ധിക്കും. കാര്യം ശരിയായില്ലോ. കോട്ടയംകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കുഞ്ഞമ്മാമ്മയുടെ തല എടുത്ത് അച്ചായന് വെച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഡോക്ടർ പേടിക്കുന്നു. വല്ലാത്തൊരു കാലം. ഒരു രാത്രി കൂടെ കോവിഡിന്റെ മറവിനകത്ത് അന്ത്യകാല സംഭവങ്ങൾ നിങ്ങളുടെ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ, ബൈബിളിലെ പ്രവചനങ്ങൾ ഘട്ടം ഘട്ടമായി നിറവേറുമ്പോൾ, അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായവിട്ട് അനന്തതയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് പ്രതിഫലവുമായി എൻ്റെ കാന്തൽ മധ്യാകാശത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഈ 6ാമത് സന്ദേശത്തിൽ ഇന്ന് രാത്രി വർഷിപ്പ് സെന്ററിൽ പറയണം, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. ഷാർജയിലെ ദൈവ കുഞ്ഞുങ്ങളെ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. Everyone open your Bible. In this evening we are studying book of Revelation. വായിക്ക മക്കളെ, വിശുദ്ധ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 10-11 വാക്യങ്ങൾ. Book of Revelation chapter 3 verse 10 and 11. വായിച്ച് സഹായിച്ചിട്ട് കുഞ്ഞുങ്ങളെ. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന്. ആ ഭൂമിയിൽ ഒരു പരീക്ഷാകാലം വരും അമ്മ. ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ആരെ കാക്കും? ദൈവസഭയെ ദൈവം കാക്കും. അടുത്ത വാക്ക്, ഞാൻ വേഗം വരുന്നു. 6ാമത്തെ പ്രഭാഷണം ഷാർജയോട്, നീ വന്നില്ലേലും വേണ്ടിയല്ല കേട്ടോ, ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. മതിമക്കളെ, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. കണ്ണുകൾ ഒരിക്കൽ കൂടി മൂടാം. സ്വർഗസ്ഥനായ പ്രിയ പിതാവേ, നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. കഴിഞ്ഞ 3 ദിനങ്ങൾ ഞങ്ങളോട് കരുണ കാണിച്ച മഹാദൈവത്തിന് കോടാനുകൂടി സ്തോത്രം. എമിറേറ്റ്സിൻ്റെ വിവിധ തലങ്ങളിൽ നിന്ന് ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളും സഹോദരിമാരും വളരെ യാത്ര ചെയ്തു വന്ന് ഞങ്ങളുടെ കൺവെൻഷനിൽ പങ്കെടുത്തു. പ്രിയ പിതാവേ, അവരെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. ഇന്ന് വൈകിയവേളയിൽ പിതാക്കന്മാർ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചതുപോലെ ഞങ്ങൾക്ക് സായം സന്ധ്യയിൽ വർഷിപ്പ് സെന്ററിൽ ഒരിക്കൽ കൂടി ദൈവത്തെ ഉയർത്തുവാൻ കരുണാമയനായ ദൈവം ഞങ്ങളോട് കരുണ കാണിച്ചതിനായി നന്ദി പിതാവേ. വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ അപ്പച്ചൻ മാറ്റണമേ. ദുഃഖത്തോടെ വന്ന മക്കളുടെ ദുഃഖങ്ങൾ ഇന്ന് രാത്രി സ്വർഗം മാറ്റണമേ. ആരെങ്കിലും ഒരു ഭാരവുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. ഇന്നും കേട്ടു വിസയിലൊക്കെ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്. കർത്താവേ, ഡിസംബർ അവസാനിക്കുന്നതിന് മുമ്പ് ഈ കുഞ്ഞുങ്ങൾക്കൊരു ജോലിയൊക്കെ ദൈവം കൊടുക്കണമേ. വിസ അടിക്കാത്ത പല കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ വിഷയത്തിൽ കരുണാമയൻ്റെ കരം വെളിപ്പെടണമേ. ഈ വർഷിപ്പ് സെന്ററിൽ ഒരു പ്രാവശ്യം ആരാധിച്ച ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടെ വചനം പറഞ്ഞ ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടെ ഒരു ദിവസമെങ്കിലും മുട്ടുമടക്കിയ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇതിൻ്റെ പിൻപിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം കാക്കണേ. കർത്തൃദാസൻ വിൽസൺ സാറിനെയും കുടുംബത്തെയും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ മക്കളെയും ദൈവം കാക്കണം. ഒരു സന്ധ്യയെങ്കിൽ കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. ഞങ്ങളുടെ പേരെല്ലാവരും അന്ത്യകാലത്തിൻ്റെ ദൂത് പറയുമ്പോൾ രക്ഷയുടെ പെട്ടകത്തിലേക്ക് ഇന്ന് രാത്രിയും ചിലരുടെ പേരുകൾ ചേർക്കുവാൻ സ്വർഗത്തിൻ്റെ കരം നീട്ടണം. ആദ്യോടെ തിരുസാന്നിധ്യത്തിൽ മറയ്ക്കും. കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തിവിടും. വചനത്തിന്റെ വാതിലുകൾ തുറന്നു തരും. അത്ഭുതം തിരുമേനി ചെയ്യും. മഹത്വം പുകഴ്ചയും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മുടെ സന്തോഷമൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുക. സ്വോത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇന്ന് രാത്രി വിശുദ്ധ വെളിപ്പാട് പുസ്തകം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പകലും രാത്രിയും വെളിപ്പാടിനെ പറ്റി പറയുന്നു. വിശുദ്ധ തിരുവചനത്തിൽ പൗലോസ് ശ്ലീഹ 14 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ലൂക്കോസ് വൈദ്യൻ 2 ഭാഗം എഴുതിയിട്ടുണ്ട്. ഒന്നേ സഭയുടെ ചരിത്രം, സുവിശേഷം. പക്ഷേ യോഹന്നാൻ്റെ പ്രത്യേകത 3 തലങ്ങൾ യോഹന്നാൻ എഴുതി. ഒന്നേ അവൻ സുവിശേഷം എഴുതി. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. കാനാവിലെ കല്യാണ വീട് മുതൽ ലാസറിൻ്റെ കല്ലറ വരെ ജൈത്രയാത്ര നടത്തുന്ന കുഞ്ഞാട് ക്രിസ്തു. 2 അവൻ ഉപദേശം എഴുതി. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ. അതിനകത്ത് അതിർവരമ്പ്, ദൈവസന്നിധിയിൽ നകലുന്നവരുടെ ന്യായവിധി. 3 പുതിയ നിയമത്തിലെ ഏകരാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം, വിശുദ്ധ വെളിപ്പാട് പുസ്തകം എഴുതുവാൻ യോഹന്നാന് കൃപ ലഭിച്ചു. ഇന്ന് രാത്രി യോഹന്നാൻ അപ്പോസ്തലനെ ഇവിടെ കൊണ്ടുവന്ന് ചോദിക്കണം, അപ്പച്ചാ സുവിശേഷം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? ലേഖനം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? പ്രവചനം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? കുമ്പനാട് ഹെബ്രോൻ്റെയാണോ? ബാംഗ്ലൂർ ബെറിയൻ ബൈബിൾ കോളേജിന്റെ ബിരുദമാണോ? ആ അപ്പച്ചൻ പറയും അതൊന്നുമല്ല.
അന്ത്യം വരെ കാൽവറിയുടെ കൊലക്കളത്തിൽ അവന്റെ മാറോട് ചാർന്നിരുന്നത് കൊണ്ട് സുവിശേഷം എഴുതുവാൻ എനിക്ക് കൃപ ലഭിച്ചു, പ്രവചനം എഴുതുവാൻ എനിക്ക് കൃപ ലഭിച്ചു, ലേഖനം എഴുതുവാൻ എനിക്ക് കൃപ ലഭിച്ചു. സഹോദര സഹോദരി, ലോകക്കാർ മാറും, നാട്ടുകാർ മാറും, വീട്ടുകാർ മാറും. അന്ത്യം വരെ കാൽവറി ദർശനം കണ്ടവന്റെ കൂടെ നിന്ന് യോഹന്നാനെ തൊട്ട കരം നിന്നെ തൊട്ട് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. യേശുവിൻ്റെ അപ്പോസ്തലന്മാരെ മുഴുവനും റോമിൻ്റെ ഭരണകൂടം തീർത്തതാണ്. പക്ഷെ പത്മോസിൽ അവസാനമായി, യോഹന്നാൻ അവസാനിച്ചില്ല. അവനെ തിരിച്ചു കൊണ്ടുവന്നു. ചരിത്രം രേഖപ്പെടുത്തുന്നു അവൻ വയോധികനായി മരിച്ചെന്ന സ്തോത്രം. ഇന്നലെ രാത്രി മുതൽ വെളിപ്പാട് 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2, 3 ആസിയയിലെ 7 സഭ. ആസിയയിലെ 7 സഭ: എഫെസോസ്, സ്മർണ, തുദയൂര, പെർഗമോസ്, സർദീസ്, ലവോദിക്ക. കുഞ്ഞു വായിച്ചത് ഫിലാഡൽഫിയ സഭ. ഇന്നത്തെ തുർക്കി, അവിടെ അല്ലാഷെയർ എന്ന് പറയുന്ന ഒരു നഗരമുണ്ട്. അവിടെ പണ്ടൊരു സഭയുണ്ടായിരുന്നു, അതാ ഫിലാഡൽഫിയ സഭ. ഫിലാഡൽഫിയ സഭയുടെ സ്വർഗം പറയുന്നു, നിങ്ങളുടെ ചർച്ച് 10,000 ഒന്നുമില്ല, 4,000 ഒന്നുമില്ല, കുറച്ചു പേരേ ഉള്ളൂ. എങ്കിലും സഭയോട് എന്താ സഹിഷ്ണുതയോട് എൻ്റെ വചനം നീക്കാത്തത് കൊണ്ടതിനാൽ ഭൂതലത്തിൽ വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ദൈവസഭയെ ഞാൻ കാക്കും. വചനം പരിപാലിച്ച സ്തോത്രം. ഇതാ ഞാൻ വേഗം വരുന്നു. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു 5-ാം ഭാഗം കുഞ്ഞാട് മുദ്രകൾ, പുസ്തകം തുറപ്പാൻ യോഗ്യനാര് 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു. ഇനി IPCയിൽ പ്രഭാഷണം ഇല്ലാത്തത് കൊണ്ട് അടുത്ത ദിവസം കഴിഞ്ഞ് ഞാൻ മടങ്ങിപ്പോകുന്നത് കൊണ്ട് ഇന്ന് പെന്തക്കോസിനകത്ത് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചിട്ട് പോയപ്പോഴും ഒരു ചെറുപ്പക്കാരൻ എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നു. ഏതൊക്കെയോ പാസ്റ്റർമാർ പറയുന്നു അന്തിക്രിസ്തു ആദ്യം വരുന്നത് യേശുവല്ലെന്ന്. സ്തോത്രം. വിൽസൺ സാറിനോട് പറയുക, ഇവരെ ഒന്നും ദൈവസഭയെ കേട്ടല്ലേ. സ്തോത്രം. എന്താ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ കേട്ടോണം. സ്തോത്രം. നോഹയുടെ പെട്ടകത്തിനകത്ത് കുറ്റിയിട്ട് പെട്ടകം കടലിലേക്കല്ല വെള്ളത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ആകാശത്ത് നിന്ന് പെരുമഴ പെയ്തത്. സ്തോത്രം. വചനം ക്ലിയർ ആയിരിക്കണം IPCക്കാരോട്. അത് കഴിഞ്ഞ് ലോത്ത് സോതോമിനകത്ത്, കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച് ഓൺലൈനിൽ അവർ വിട്ടുതരും, ലോത്തിനെയും കുഞ്ഞുങ്ങളെയും സ്വർഗം സോവയറിനകത്ത് കൊണ്ടുപോയി ഇറക്കിയതിന് ശേഷം ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും ഇറങ്ങിയത്. അതുകൊണ്ട് ഇന്ന് പെന്തക്കോസിനകത്ത് പരിശോധത്തിൽ പ്രസംഗിക്കാനുമില്ല, കുറെ ചിന്തകന്മാർ ഇറങ്ങിയിട്ടുണ്ട് കള്ള ഡോക്ടറേറ്റുമായിട്ട്. സ്വോത്രം. അവരായി പറയുന്ന ട്രിബുലേഷൻ, പോസ്റ്റ് ട്രിബുലേഷൻ. ആൻറ്റി ക്രൈസ്റ്റും അവൻ്റെ അമ്മായിയപ്പനുമല്ല ആദ്യം വരുന്നത്, തൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കാൻ യേശു മടങ്ങി വരും. സ്വോത്രം. അതുകൊണ്ട് കഴിഞ്ഞ ദിവസവും പോസ്റ്റ് ഇട്ടേക്കുന്നത് കുമ്പനാട് പ്രസംഗിച്ച ആൾക്കാർ കല്ലേലിയ പറഞ്ഞേക്കോ. സ്വോത്രം. ഇവരെയൊക്കെ കയറ്റിയാൽ വലിയ കുഴപ്പമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അനന്തര സ്വർഗത്തിൽ സഭ പിന്നെ വിടില്ല, ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെയെങ്കിൽ ദൈവസഭ എടുക്കപ്പെട്ടാൽ 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമക്ഷ യുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കല്പ യുഗം, 6 കൃപായുഗം. കഴിഞ്ഞ ലോകം തീരത്തില്ല. ലോകത്തെ ഭരിക്കുവാൻ 3.5 വർഷത്തെ ഉപദ്രവം. അതുപോലെ യഹൂദനോടുള്ള ബന്ധത്തിൽ കഠിന ഉപദ്രവം. അതായത് 84 മാസം 1290 ദിവസം. യഹൂദന്റെ കലണ്ടർ 360. അത് വെച്ച് നോക്കുമ്പോൾ ഒരുവൻ ഭരണത്തിൽ വരും. അത് ആദ്യ ദിവസം പറഞ്ഞു. ഒരുവൻ വെള്ളക്കുതിരയുടെ സമാധാനത്തിന്റെ പുറകോടി വരുമ്പോൾ ഇസ്രയേലിന് വേണ്ടി ആലയം പണിയും. ഇനി വായിക്കാം. സഭയോടുള്ള കാലം, പീഡനത്തിൻ്റെ കാലം. എല്ലാവരും ബൈബിൾ എടുക്കണം. നിങ്ങൾ ബൈബിൾ നോട്ട് ചെയ്യണം. ഇത് ഞാൻ കാണാതെ പറയും, പക്ഷേ ഈ സിസ്റ്ററെ കൊണ്ട് വായിക്കുന്ന നിങ്ങളും പഠിക്കണം. 2 മുദ്ര, 2 മുദ്രകൾ പറയുമ്പോൾ അവസാനിക്കും. ഇവിടെ നിൽക്കണോ പോകണോ എന്ന് തീരുമാനിച്ചോണം. വായിക്കാൻ കുഞ്ഞെ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 3-4 വാക്യങ്ങൾ. എല്ലാവരും. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. ഒന്ന് വെള്ളക്കുതിര, സമാധാനത്തിന്റെ പുറമോടി. അടുത്തത് ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. ഒരു ബൈബിൾ കോളേജ് ഇരിക്കുന്നില്ല. അടുത്ത വാക്ക് അത് വായിലെടുത്തത്. അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. കുഞ്ഞാ വാക്ക് ഞാൻ പറയുമ്പോ പിന്നെ വായിക്കണം. 1-2 വാക്ക് വായിക്കാനുണ്ട് കേട്ടോ. കണ്ടോ, ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അവൻ അധികാരം ലഭിച്ചു, മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ. കാസർഗോഡ് തലപ്പാടി മുതൽ ഇവിടെ സാക്ഷ്യം പറഞ്ഞ കുഞ്ഞിന്റെ മാർത്താണ്ഡം വരെ ഓടിയടന്ന് ഞാൻ പ്രസംഗിച്ച കോവിഡിനകത്ത് 83,000 പേരാ മരിച്ചത്. മലയാളികൾ കേട്ടോണം. 4 വയസ്സുള്ള കുഞ്ഞു മുതൽ 90 വയസ്സുള്ള അപ്പച്ചൻ വരെ മരിച്ചു. എന്നിട്ടും കൊലപാതകം തീർന്നു. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ കൊലപാതകങ്ങളുടെ പരമ്പര കേരളത്തിൽ ഇവിടെ എന്തൊരു നല്ല ശാന്തതയുള്ള സ്ഥലം. വന്ദനാദാസ് കൊട്ടാരക്കര ആരാ കൈകാര്യം ചെയ്തതെന്നറിയാമോ? സ്വോത്രം. ഒരു അധ്യാപകൻ കൈകാര്യം ചെയ്തു. കർത്തദാസൻ അറിയാം. ഓമല്ലൂർ. അവിടെ കിടന്ന് ചിക്കനാല് വെളിച്ചെണ്ണ മില്ലിൻ്റെ അവിടെ കിടന്ന് എത്ര കിടന്ന് പ്രസംഗിച്ചതാണെന്നറിയാമോ? ഓമല്ലൂർ. സ്വോത്രം. അവിടെ ഒരു വെളിച്ചെണ്ണ മില്ലുണ്ട്. അതിൻ്റെ തൊട്ടുപുറത്ത് ആരാ അരിങ്കൊല. ഇലന്തൂർ നിങ്ങൾ കണ്ടില്ലേ? നരബലി. അടുത്തത് കോട്ടയം കഞ്ഞിക്കുഴി. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തത് കണ്ടു. കേട്ടോണം.
പുലി ജോസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആരോ പോസ്റ്റ് ഇട്ടതിന് അവനെ അടിച്ചു കൊന്നിട്ട് ഈസ്റ്റ് ബയോളജി കൊണ്ടിട്ട് കൊടുത്തു. ലോകം തീരുമോ? പയ്യപ്പാടി പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഉമ്മൻചാണ്ടി സാറിന്റെ പെങ്ങളുടെ വീട്ടുമുറ്റത്ത് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് 80 വയസ്സുള്ള അപ്പച്ചൻ കയറി 75 വയസ്സുള്ള അമ്മാമ്മയുടെ കഴുത്തറത്തു. ഉപ്പുതറ വർക്കിച്ചാൻ്റെ കൺവെൻഷൻ ഞങ്ങൾ അവിടെ താമസിക്കുമ്പോൾ ഒരു സഹോദരി സ്വന്തം ഭർത്താവിനെ കുത്തിക്കൊന്നു. സ്വോത്രം. അടുത്തത് വണ്ണപ്പുറത്തോട്ട് വരുമ്പോൾ മന്ത്രവാദത്തിന്റെ പേരിൽ 5 എണ്ണത്തിന്റെ കഴുത്തറത്തു. അതിന്റെ തൊട്ടപ്പുറത്ത് തൃശ്ശൂരിൽ ഒരു കാര്യം, അത്താഴം വിളമ്പി വെച്ചിരുന്ന അമ്മയെ മകൻ വന്ന് പൈസയ്ക്ക് വേണ്ടി കൊന്നു കളഞ്ഞു. അതിന്റെ ഏറ്റവും അവസാനം കൊച്ചി. ഒരു കാര്യം നിങ്ങളോട് പറയണം, കേട്ടോണ്. ഒരു പെൺകുട്ടി 9 മാസവും 9 ദിവസവും 9 വിനാഴിക നൊന്ത് പ്രസവിച്ച ആൺകുഞ്ഞിന് ആമസോണിന്റെ കവറിനകത്താക്കി വയറ്റിലല്ല റോഡിലെറിഞ്ഞു. സ്വോത്രം. മാനസാന്തരപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറുപ്പക്കാരിയും ചെയ്തത്, ഒരു ചെറുപ്പക്കാരിയുടെ ഭർത്താവ് മാറിയപ്പോൾ അവൾ ഒരു 2ാം ഭർത്താവിനെ കൊണ്ടുവന്നു. അവർക്കൊരു കുഞ്ഞുണ്ടായിരുന്നു. ആ 2ാം ഭർത്താവ് അവളോട് പറഞ്ഞ് ഈ കുഞ്ഞിനെ തീർത്ത് തരണം. അതിനൊരു കാര്യം ചെയ്ത് കതവിന്റെ ഇടയ്ക്ക് ഈ കുഞ്ഞിന്റെ തല കയറ്റി ഞെരിച്ചിട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു കുഞ്ഞിന്റെ തല ഞെരിഞ്ഞു പോയെന്ന്. കുഞ്ഞ് മരിച്ചുപോയി. അവർക്കൊരു സംശയമുണ്ടായി. അവർ കൊച്ചി സിറ്റി പോലീസിനെ വിളിച്ചു. 2 എണ്ണത്തിനെയും അകത്താക്കി. ഈ കുഞ്ഞിന്റെ ഡെഡ് ബോഡി 30 ദിവസം കളമശ്ശേരിയിൽ വെച്ചിരുന്നു. 1ാമത്തെ അച്ഛനെ തേടി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷൻ അവസാനം ചെയ്തതെന്താ അറിയാമോ? ആരുമില്ലാതെ വന്നപ്പോൾ ഒരു ശവപ്പെട്ടി മേടിച്ച് നല്ല സൂര്യനെ പോലെ മുഖമുള്ള ആൺകുഞ്ഞിന്റെ ശവപ്പെട്ടിക്കകത്ത് ഒരു കിളിക്കിട്ട് മകനെ വിടാ. സ്വോത്രം. അത്ര സംഭവം നടന്ന കിരാതമായ കേരളം മനസ്സിൽ. കഴിഞ്ഞ ദിവസം ഇവിടെ കളിക്കാവളക്കാർ മാർത്താണ്ഡക്കാർ തിരുവനന്തപുരം ഉണ്ട്. കളിക്കാവളം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ തിരുവനന്തപുരം സ്വദേശി മലയങ്കാരൻ ദീപു JCB മേടിക്കാൻ പോയവനെ കൂട്ടുകാരൻ അമ്പിളി സർജിക്കൽ ബ്ലേഡ് കൊണ്ട് കഴുത്തറുത്തു 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി. എന്തൊരു കാലം. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ മിണ്ടുന്നില്ല. പെന്തിക്കോസുകാരെ, വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്ര. സ്വോത്രം. കൊച്ചു കേരളം അപലപിക്കുക. അന്ത്യകാലമായി ആരെ കൊല്ലും? വായിച്ചേട്ട മക്കളെ, എല്ലാവരും വചനം എടുക്കണം. ഇതെല്ലാം നമ്മുടെ ബൈബിളിലുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 12-ാമത്തെ വാക്യം എല്ലാവരും പഠിക്കണം. അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും. അവിടെ നിൽക്കട്ടെ. അപ്പൻ മകന്, ആദ്യത്തെ പേര് സഹോദരന്മാര്, സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും. കുഞ്ഞ് അവിടെ ഒരു ഉത്സവം ഇട്ടാട്ടെ. റാത്നി ചെത്തോങ്കര ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സംഭവം നടന്നു. സ്വത്തിന് വേണ്ടി ചേട്ടൻ അനിയനെ വെട്ടിക്കൊന്നു. ഞങ്ങളെല്ലാം ഞെട്ടിപ്പോയി. കണ്ണമ്പള്ളിക്കടുത്ത് ചെത്തോങ്കര ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2ാമതൊരു സംഭവം നടന്നു. പെന്തിക്കോസുകാരെല്ലാം കേൾക്കണം. കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്ന ഒരു സ്ഥലമുണ്ട്, എരുമേലി വഴി. അവിടെ കൂവപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ 8 ചെറുപ്പക്കാരനോട് പറഞ്ഞു, പാസ്റ്ററെ ഈ അന്ത്യകാല സംഭവം ഒന്ന് പ്രസംഗിക്കണം. ഞാൻ പറഞ്ഞു പ്രസംഗിക്കാം. 3 ദിവസം പ്രസംഗിക്കണം. ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. ഇതൊരു സംഘടനയല്ല. സ്വോത്രം. പാവപ്പെട്ട ചെറുപ്പക്കാരാ. അപ്പോൾ സ്ഥലമില്ല. സ്വോത്രം. അവിടെ ചന്തയുടെ അടുത്ത് ചോദിച്ചു. എല്ലാവരും കേൾക്കണം. ഇത് പഞ്ചായത്തിൻ്റെ ചന്തയുടെ അടുത്ത് ചോദിച്ചപ്പോൾ 5:30 മീൻ കച്ചവടം കഴിയും, 6 മണിക്ക് ചന്ത ഫ്രീ തരാമെന്ന് പറഞ്ഞു. അപ്പം ആ കുഞ്ഞുങ്ങൾ എന്നോട് ചോദിച്ചു, പാസ്റ്റർ ചന്തയെ പ്രസംഗിക്കാൻ പറ്റുമെന്ന്. സ്വോത്രം. ഞാൻ പറഞ്ഞു നമ്മുടെ കർത്താവ് വള്ളത്തെ കയറി പ്രസംഗിച്ചതാ, പിന്നെ നമുക്കെന്തോ ചന്തയെ പ്രസംഗിക്കുന്നതിന്. സ്വോത്രം. ബാക്കി പറയാം. ഞാൻ ചന്തയെ പ്രസംഗിച്ചപ്പോൾ 2 ലൈവ് കൊടുത്തു. പാസ്റ്റർമാരെ പേര് ഞാൻ പറയത്തില്ല. കേരളത്തിലെ ഒരു പ്രമുഖ പാസ്റ്റർ അതിനകത്ത് അടുക്കുറിപ്പിട്ട് അവൻ ചന്ത പ്രസംഗിയാന്ന്. സ്വോത്രം. അതാ പാസ്റ്റർമാർ അവനെ എല്ലാം കർത്താവ് അടിക്കും. മത്സരിച്ച സത്യമായിട്ട് ഞാൻ പറയൂ. സ്വോത്രം. ചന്തയിലും പ്രസംഗിക്കത്തില്ല, കടയിലും പ്രസംഗിക്കത്തില്ല. സ്വോത്രം. കൺവെൻഷനെ വിളിച്ചാൽ ചോദിക്കും 10,000 വാട്ട്സ് ഉണ്ടോ, ഡൽഹിക്കാരോ മുംബൈക്കാരോ പാടുന്നതെന്ന്. സ്വോത്രം. എല്ലാം വാപ്പസി പ്രാർത്ഥിച്ചുകൊണ്ടാൽ മതി. സ്വോത്രം. എല്ലാത്തിനെയും ദൈവം ഒതുക്കും. സ്വോത്രം. പച്ചയ്ക്കാൻ പറയൂ. എനിക്കൊരു പേടിയുള്ള കാര്യമില്ലല്ലോ. സ്വോത്രം. എന്തിനാ ഭയക്കുന്നത്? കർത്താവ് കൂടെ ഉണ്ട്. സ്വോത്രം. ആര് കൈവിട്ടാലും. ആ പ്രസംഗം നല്ല കത്തോലിക്കർ വന്ന് കേട്ടു. 2ാം ദിവസം പ്രസംഗിച്ചപ്പം പെന്തിക്കോസുകാരെല്ലാം കേൾക്കണം. ഒരു 85 വയസ്സുള്ള ഒരു അപ്പച്ചൻ, കത്തോലിക്ക അപ്പച്ചൻ, ഈ കൊന്തയൊക്കെ ആയിട്ട് വന്ന് എന്നെ കൊണ്ടിട്ട് പറഞ്ഞു, ഈ വാക്യം പ്രസംഗിച്ചത് മക്കളെ ദൈവമായിട്ടാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന്. സ്വോത്രം. ഞാൻ പറഞ്ഞു എന്താ അപ്പച്ച കാര്യം? എല്ലാവരും കേൾക്കണം. കാഞ്ഞിരപ്പള്ളി നല്ലൊരു കുടുംബം ഉണ്ടായിരുന്നു. കുരുവനാക്കുന്നേലുകാരെന്താ വീട്ടുകാർ, വിൽസൺ ജോസഫാറിൻ്റെ അറിയായിരിക്കും. അവിടെ ചേട്ടനും അനിയനും വഴക്കൂടി 40 കോടിക്ക് വേണ്ടി ഒറ്റ വെടിവെച്ചങ്ങ് കൊന്നു കളഞ്ഞു സ്വന്തം സഹോദരൻ. 3-ാം ദിവസം കൺവെൻഷൻ കഴിഞ്ഞു. നെഞ്ച് വെള്ളം കുടിക്കാതെ ഞാൻ പ്രസംഗിച്ചതാ. ഇറങ്ങി വന്നപ്പോൾ ഈ അപ്പച്ച എന്നോട് ചോദിക്കുക, 85-കാരൻ കത്തോലിക്ക സഭയിൽ റോമൻ കത്തോലിക്ക്, എന്നോട് പറഞ്ഞു ഇനി ഇവിടെ വരണം, പ്രസംഗിക്കണം. അപ്പോൾ പുള്ളി എന്നോടൊരു കാര്യം ചോദിക്കുക, കാഞ്ഞിരപ്പള്ളി എന്ന് പേര് വന്ന എങ്ങനെയാന്ന്. സ്വോത്രം. ലോകത്തിൻ്റെ അളിയൻ്റെ പേരാണ് കമ്പ്യൂട്ടറിൽ നിന്നെങ്കിലും അടിക്കാൻ. സ്വോത്രം. കൊല്ലത്ത് കിടക്കുന്ന ഞാൻ അങ്ങനെ കാഞ്ഞിരപ്പള്ളി. അപ്പോൾ അപ്പച്ചൻ എന്നോട് പറഞ്ഞതാ. എന്താ പറഞ്ഞത്? പണ്ട് ഇവിടെ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നല്ല ആരാധന സ്ഥലവും കാര്യമൊന്നുമില്ലായിരുന്നു. അന്ന് കാഞ്ഞിരം മുറിച്ച് 6ൻ്റെ വക്കത്ത് നിന്ന് ഓല കൊണ്ട് ഞങ്ങൾ പള്ളി ആരംഭിച്ചു. ആ പള്ളി ആ കാഞ്ഞിരപ്പള്ളി എന്ന് പേര് വന്നേന്ന്. ഉമ്മൻചാണ്ടി സാറിനും അറിയത്തില്ലായിരുന്നു, സഖാവ് പിണറായിക്കും അറിയത്തില്ല. സ്വോത്രം. അങ്ങനെ ആ കാഞ്ഞിരപ്പള്ളി. അന്ന് രാത്രി യോഗം കഴിഞ്ഞപ്പോൾ നിങ്ങൾ കേൾക്കണം, ഈ അപ്പച്ചൻ എന്നോട് കൊണ്ടുവന്നിട്ട് ഒരു കവർ എൻ്റെ തന്നു. 3 ദിവസം ഇവിടെ ചന്തയെ പ്രസംഗിച്ചതാ.
എൻ്റെ കുഞ്ഞുങ്ങൾ വെളിരാജ്യത്ത് നിന്ന് പൈസ അയച്ചതാ, ഇത് പാസ്റ്റർ മേടിക്കണമെന്ന് 85-കാരെ അപ്പച്ചൻ. ഞാൻ പറഞ്ഞ് ഈ പിള്ളേർക്ക് വല്ലതും കൊടുത്താട്ട്, ഇവർ പാവപ്പെട്ട പിള്ളേരാ, ഈ കുഞ്ഞുങ്ങൾ എനിക്ക് വണ്ടിക്കൂലി തരും. ഞാൻ ഈ അപ്പച്ചനെ കൊണ്ട് ഈ കവർ കുഞ്ഞുങ്ങളെ കൊടുത്തു. ആ കുഞ്ഞുങ്ങൾ എന്നെ കാഞ്ഞിരപ്പള്ളി, കൂവപ്പള്ളിയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളി കൊണ്ടുവന്ന് വണ്ടി കയറ്റിട്ട് കോട്ടയം ബസ്സിൽ പോയി. കോട്ടയത്ത് ഞാൻ ഇറങ്ങി 11:15 ഒരു ചായ കുടിച്ചപ്പോൾ ആ കുഞ്ഞുങ്ങൾ പറഞ്ഞു, പാസ്റ്റർ യഹോവ മഹാത്ഭുതം ചെയ്തു. 1-2 രൂപയല്ല, 10,000 രൂപ കത്തോലിക്ക സഭയിൽ അപ്പച്ചൻ കൺവെൻഷൻ നടത്താൻ കൊണ്ട് കൊടുത്തു. സ്വോത്രം. കർത്താവ് ജീവിക്കുന്നു. അന്ന് രാത്രി ഈ മൈക്ക് സെറ്റിന് കൊടുക്കാൻ വിൽസൺ സാറ് 4,500 രൂപ കുഞ്ഞുങ്ങൾക്ക് തികയത്തില്ല സ്വോത്രാഴ്ചയുടെ ബാക്കി. ദൈവം എത്ര വിശ്വസ്ത. ആ കുഞ്ഞുങ്ങൾ പറഞ്ഞുകൊണ്ട് മൈക്ക് സെറ്റിന് കൊടുത്ത് 5,500 രൂപ അടുത്ത വർഷത്തെ കൺവെൻഷന് ബാക്കി. കരമുയർത്തുന്നവർക്കായി. എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല, പെന്തിക്കോസുകാരനല്ല. ചങ്കിനകത്ത് വചനം കയറിയ ഏത് കത്തോലിക്കന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുക. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എന്നും എരുമേലിയിലും മുണ്ടക്കയത്തും പോകുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. പിന്നെ അവർ വിളിച്ചിട്ട് എനിക്ക് സമയം കിട്ടില്ല. അടുത്ത വർഷം ഏപ്രിൽ ഞാൻ സമയം കൊടുത്തിട്ടുണ്ട്. അതാ ആരെ കൊല്ല്, ചേട്ടൻ അനിയനെ കൊല്ല്, അപ്പൻ മകനെ കൊല്ല്. എവിടെ കൊല്ല്? മകൻ അപ്പനെയും കൊല്ലും. പെന്തിക്കോസുകാർ കേട്ടാട്ടെ. ചെങ്ങന്നൂർ ഒരു അച്ചായൻ ഉണ്ടായിരുന്നു, അമേരിക്കക്കാരൻ്റെ മോൻ്റെ പേര് ഷെർന. എവിടെ കാരണം നാക്കമെന്ന് തിരുവനന്തപുരം കഴക്കൂട്ടത്തുനിന്ന് പോയി. എവിടെ പോയെന്നറിയാമോ? നേരെ ചെങ്ങന്നൂരെത്തിയപ്പോൾ അപ്പൻ്റെ തലയിൽ കുരുക്കിട്ടു. അമേരിക്കക്കാരൻ അച്ചായൻ്റെ കയ്യും കാലും പത്തനംതിട്ട, കോട്ടയത്ത് തല. മലയാളികൾ മനസ്സിലാക്ക്. ചെങ്ങന്നൂർ ഓർത്തഡോക്സ് പള്ളിയിൽ അച്ഛൻ എന്നോട് പറഞ്ഞതാ, പട്ടി അടക്കുന്ന പോലെ ഞാൻ കൊണ്ട് അടക്കിയെന്ന്. സ്വോത്രം. മനസ്സിലാകുക. 2 അടുത്തത് കേട്ടോ. ഭാസ്കരക്കാരനവരെന്ന് പറയുന്ന ഒരു ചെങ്ങന്നൂർ ഒരു അച്ചായി വീട്ടിൽ വന്നൊരു പെങ്കൊച്ച്. അമ്മാമാരും അച്ചായന്മാരോട് പ്രത്യേകിച്ച് പറയാം, ലൈവ് പോയാലും വീട്ടിൽ വന്ന പെൺപിള്ളാരോടൊക്കെ മര്യാദയ്ക്ക് നിന്നുകൊണ്ട്. സ്വോത്രം. ഭാസ്കരക്കാരനവരെ ഒതുക്കിയ പെങ്കൊച്ചുങ്ങൾ ഇന്നുമുണ്ട്. സ്വോത്രം. കൊട്ടേഷൻ മൊബൈലിൽ നിന്ന് കൊണ്ടുവന്ന് കാരണവരെ പെട്ടിക്കകത്താക്കി. വായിച്ചാട്ട് മോളെ, ആരെ കൊല്ലുമെന്ന് ഒന്നുകൂടെ വായിച്ചാട്ട്. കാലം തീരാറായി. അടുത്ത വാക്ക് വായിച്ചാട്ടെ. മക്കളും അമ്മയപ്പന്മാരുടെ നേരെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. ദാണ്ടെ തിരുവനന്തപുരം ടെക്നോ പാർക്ക് അനുശാന്തി എന്നൊരു പെണ്ണുണ്ടായിരുന്നു, കല്ലമ്പലത്തുകാരി. കോട്ടയത്തുകാരൻ നിനോ മാത്യു ഉണ്ടായിരുന്നു, 2 പേര് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ദാണ്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ 9 മാസവും 9 വയസ്സും 9 പിന്നാഴിക്ക് നൊന്ത് പ്രസവിച്ച കുഞ്ഞിന് കാമുകൻ നിനോ മാത്യുവിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്ത UST ഗ്ലോബൽ എഞ്ചിനീയർ അനുശാന്തി. അവളുടെ ഒരു കണ്ണിന്റെ കാഴ്ച പോയി. അവനാ ഇന്ന് പൂജപ്പുര ജയിലിനകത്ത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ. 34 വർഷം തടവിന്. കാലം എവിടെ വരെയായി? ഈ തലമുറയിൽ കർത്താവ് വരാൻ പോകുന്നു. അടുത്തതൂടെ കേട്ട്. എന്താ? അന്യോന്യം കൊല്ലുവാൻ മനുഷ്യൻ അധികാരം ലഭിച്ചു. അടുത്തത് കണ്ടില്ലയോ? അവൻ വരുന്നതിന് മുമ്പ്, ഞാൻ ദാനിയേൽ വായിക്കുന്നില്ല, ഒരാഴ്ചവട്ടത്തേക്ക് അവൻ നിയമത്തെ കഠിനമാക്കും. ദാനിയേൽ 9:26 he will take the law and order. കണ്ടില്ലേ? ആരാര്? ഇന്നത്തെ പോക്സോയും ബൈബിളിലുണ്ട്. വായിക്കാം. യെശയ്യാ പ്രവചനം 3:12 വായിച്ചാട്ടെ. പോക്സോയും എന്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. ഇതാ കിടക്കുന്ന ഇതാ ഇന്നത്തെ പിള്ളേരെല്ലാം ഓടിച്ചിട്ട് പീഡിപ്പിക്കുക. നൊന്ത് ജീനിൽ പ്രസവിച്ച അപ്പന്മാർ ജീൻ നോക്കാതെ രക്തം നോക്കാതെ മക്കളെ പീഡിപ്പിക്കുന്ന കേരളം. ബാക്കി ഞാൻ മിണ്ടുന്നില്ല. അടുത്തത് പറ. സ്ത്രീകൾ ഇതാ കിടക്കുന്ന കേരളത്തിൽ ഈ സിനിമാക്കാരുടെ ഒരു റിപ്പോർട്ട് വന്നായിരുന്നു, കേട്ടോണം. കേമാക്കം പറ്റിയ റിപ്പോർട്ട്. അത് വായിച്ചത് എൻ്റെ 2 IPS ഉദ്യോഗസ്ഥരാ, സുഹൃത്തുക്കൾ. അവരെന്നോട് പറഞ്ഞു, പേരെന്നെ വിളിക്കുന്നത് എൻ്റെ സജു, ഇത് പുറത്ത് വിട്ടാവല്ലോ നടക്കുമെന്ന്. സ്വോത്രം. ഞാൻ പറഞ്ഞു, സാറേ പുറത്ത് വിടണ്ടാന്ന്. മലയാളം. ഇത് കേട്ടോ. കേരളത്തിനകത്ത് സ്വന്തം അമ്മമാർ മക്കളെ സിനിമയ്ക്ക് വേണ്ടി വിറ്റുകൊടുക്കുന്ന കേരളം. കേമാക്കം പറ്റി. അതുകൊണ്ടാണ് പിണറായി ഇത് തൊടാഞ്ഞത്. സത്യത ഞാൻ പറഞ്ഞുതരാം. IPSലെ 2 ഉദ്യോഗസ്ഥന്മാർ എൻ്റെ സ്നേഹിതരാണ്. ഹേമാ കമ്മിറ്റി സിനിമയ്ക്ക് വേണ്ടി സ്വന്തം പെൺമക്കളെ വിറ്റ് കാശ് മേടിക്കുന്ന കേരളം. സ്വോത്രം. അതുകൊണ്ടാണ്. അത് മാത്രമല്ല, പെന്തിക്കോസുകാർ സിനിമയുടെ പുറയിലായില്ലയോ? സ്വോത്രം. ഇന്ന് രാത്രി നിർത്തുക. പ്രാർത്ഥിച്ച് എങ്ങനെങ്കിലും ഒരു തുണിക്കട കിട്ടും. കടയുടെ പേരെന്തുവാ? ഇമ്മാനുവേൽ സിൽക്ക്. സന്തോഷമില്ലല്ലോ? ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന കാണി റോസ്. നിന്നെ എല്ലാം ദൈവം ഒതുക്ക്. സ്വോത്ര. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഉപദേശി നെഞ്ചു കീറി ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തെ വിളിക്കാതെ സിനിമാക്കാരനെ നിന്റെ കടയിൽ കയറ്റിയാൽ നിന്റെ കാര്യം തീർന്നു കിട്ടും. സ്വോത്രം. മടങ്ങി വാ പെന്തിക്കോസുകാരെ. ശക്തമായിട്ട് പറഞ്ഞു. സ്വോത്രം. അങ്ങനെയെങ്കിൽ ദാണ്ടോ നിങ്ങളുടെ കുട്ടികൾ പീഡിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്ത് പൗലോസ് ലീഗ ഒരു വാക്യം എഴുതി. അതുകൊണ്ടാണ് പറഞ്ഞത്, വായിരു മക്കള് FSA ലേഖനം 5:15-16 സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രേ നടപ്പാൻ നോക്കുന്നത്. അടുത്ത വായിര്. ഇത് ദുഷ്കാലമാകയാ. കരമുയരുന്നല്ലോ. സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. നാടൻ ഭാഷ, തിരുവല്ലക്കര ഭാഷ. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, കൊത്തി മുറത്തിൽ കയറി കൊത്തുന്ന കോഴിയെ അമ്മണി മാമ പത്തായത്തിലെ പിച്ചാത്തി എടുക്കത്തില്ല. അരകല്ലിരിക്കുന്ന കല്ലിയെടുത്ത് ജന്നലിന്റെ മേളിൽ കൂടെ തീർന്നോല്. ഇന്നുള്ള ഭൂമിയും ആകാശവും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണ ഭൂമിയിൽ നിന്ന് സമാധാനം. പ്രസംഗം അതല്ല. ആറ്റം റിയാക്ടർ. മോള് തിരിച്ചു വന്നാട്ടെ. വെളിപ്പാട് പുസ്തകം 6 അതിന്റെ 3-4 ഒന്നുകൂടെ വായിച്ചാട്ടെ.
പൊട്ടിച്ചപ്പോൾ ബൈബിൾ എല്ലാവരും എടുത്താട്ടെ. അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. വരിക എന്ന് രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. അടുത്ത വാക്ക് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യണം. മോളെ, ഒരു വലിയ വാളും അവന് കിട്ടി. അയ്യോ, ഷാർജ ചന്തയിൽ നിന്ന് മേടിച്ചെന്നല്ല, നെയ്ഫ് മാർക്കറ്റിൽ നിന്ന് മേടിച്ചല്ല, ഒരു വലിയ വാൾ. ദാറ്റ് മീൻസ് ആറ്റം റിയാക്ടർ. കേട്ടോണേ, എല്ലാവരും കേട്ടോണം. 91 റഷ്യ തകർന്നു. 2001 യൂറോപ്പ് വന്നു. യൂറോപ്പിനകത്ത് 29 രാജ്യങ്ങളാ. 12 ഞാൻ ആദ്യം പറഞ്ഞു. ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. ഒന്ന് പോയതുകൊണ്ടാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇന്ന് മാഞ്ചസ്റ്ററിലും ലിവർപൂളിലും ഒക്കെ നിൽക്കുന്നത്. ബ്രെക്സിറ്റ്. ഇനി 11. ഒന്ന് പോയാൽ കാന്തൻ ഈ തലമുറയിൽ വരും. അതുകൊണ്ടാണ് നെഞ്ചു കയറി ഇത് പറയുന്നത്. 2001 കുമ്പനാട് കൺവെൻഷൻ നടക്കുമ്പോൾ നിങ്ങൾ ഷാർജ, ഒമാൻ റീജൻ എല്ലാവരും കാണിച്ചു കൊടുക്കുന്ന 2001 ഇവരെല്ലാവരും കൂടെ ചേർന്നു. എന്താ ചേർന്നത്? ഒരു റിയാക്ടർ ഉണ്ടാക്കണം. നാട്ടുകാർ നമ്മളെ കൈകാര്യം ചെയ്യാൻ വന്നാൽ ഒരു റിയാക്ടർ ഉണ്ടാക്കണം. യോഗം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി മൊബൈലിൽ. അവരുണ്ടാക്കി. അതിൻ്റെ പേര് തെർമോ ഇന്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ. ഇന്ന് 4 പോർമുഖങ്ങളുടെ ഇവന്റെ കയ്യിലുണ്ട്. ഇന്ന് എതിർ ക്രിസ്തുവിന്റെ മിലിറ്ററിയുടെ ആയുധമില്ല. അല്ലെ അടി 5-6 നടന്നേന്. അവൻ കൊണ്ടുവന്നതല്ല, കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഈ റിയാക്ടർ ഇന്ന് യൂറോപ്പിനകത്തുണ്ട്. അവന് കിട്ടും. എത്ര ക്ലിയർ? അത് അവന് കിട്ടി. ഇതിന്റെ പ്രത്യേകത കേട്ടോണോ? ഇതിന് 4 പോർമുഖമുണ്ട്. 1 തോറിയം, 2 ലിഥിയം, 3 യുറേനിയം, പ്ലൂട്ടോണിയം. ഇഷ്ടം പോലെ ഗ്രനേഡുകൾ ഉണ്ടാക്കാം. പറഞ്ഞു തരാം. പരിമല പള്ളിപ്പെരുന്നാളിന് തമിഴം വരും. ഒരു വലിയ അണ്ടാവ് അവിടെ വെക്ക്. എണ്ണ ഒഴിക്കും. 4 പലകാരം, ഉഴുന്നുവട, പരിപ്പുവട, ബോണ്ട, നെയ്യപ്പം ഉണ്ടാക്കുന്നത് പോലെ ഒരു റിയാക്ടർ അവന്റെ കയ്യിലുണ്ട്. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇത് അവന്റെ കയ്യിൽ കിട്ടും. ഇനി അത് കഴിഞ്ഞ് ഇവിടെ ഉള്ളവരും പ്രാർത്ഥിക്കണം. ഇന്ന് ഇവിടെ അടുത്തൊരു രാജ്യം, അവന്റെ പേര് ഇറാനാ, പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. അവന്റെ കയ്യിൽ ഒരു മിസൈൽ ഇരിപ്പുണ്ട്. അതിന്റെ പേരാ ഷഹാബ് 3 4500. അതിന്റെ പ്രത്യേകത എന്താ? എവിടെയും വീഴുന്ന മിസൈലാ. അതുകൊണ്ടാണ് ഈ അറബ് രാഷ്ട്രങ്ങൾക്ക് പേടി. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ഇരിക്കണം. യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു റിപ്പോർട്ട് ഞാൻ വായിച്ച് കരഞ്ഞുപോയി. നിങ്ങൾ പാർക്കുന്ന ഷാർജയ്ക്കകത്ത് എണ്ണയെടുക്കുന്ന ഒരു സ്ഥലമുണ്ട്, അബുമൂസ ദ്വീപ് എന്ന് പറയുന്നത്. എനിക്കറിയത്തില്ല. ഇപ്പോൾ ഈ ഒക്ടോബർ 7 മുമ്പ് അവൻ UN പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ദ്വീപ് തിരിച്ചവന് വേണം. പച്ചയ്ക്ക് ഞാൻ പറയോ. അപ്പോൾ വളരെ ഞാൻ ബഹുമാനിക്കുന്ന UN അണ്ടർ സെക്രട്ടറി ശശി തരൂർ സാർ, അദ്ദേഹം UN അണ്ടർ സെക്രട്ടറിയാ. ഞാൻ 1500 രാത്രി തിരുവനന്തപുരത്ത് പ്രസംഗിച്ചപ്പോൾ ഒരു പെന്തിക്കോസുകാർ ഒരു ചായ പോലും തന്നില്ല. സന്തോഷമില്ലല്ലോ. പേരൂർക്കട ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെക്രട്ടറി ബോബനെ അന്വേഷിച്ചിട്ട് പറഞ്ഞു, ഈ സജു ചാത്തന്നൂർ ആരാന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞ അദ്ദേഹം പ്രസംഗിക്കനാ. ഇസ്രയേൽ ഗാസയെ പറ്റി പ്രസംഗിച്ചു. പുള്ളിക്കാരൻ എന്നെ കാണാൻ വന്നു. പേരൂർക്കട മണികണ്ഠേശ്വരം. കേൾക്കണോ? ഞാൻ അപ്പോൾ സെക്രട്ടറിയോട് പറഞ്ഞു, യോഗത്തിൻ്റെ ഇടയ്ക്ക് വരുന്നത് നേരത്തെ 7:30 വരണമെന്ന്. അദ്ദേഹം ശശി തരൂർ വന്നിട്ട് 2500 രൂപയുടെ ഒരു പൊന്നാട് എന്നെ അണിയിച്ചു. ആ പൈസ വന്നിരുന്നത് ഞാൻ രക്ഷപ്പെട്ടേനെ. സ്വത്രം സാറ്. 2500 രൂപ പൊന്നാണ്. അത് കണ്ടിട്ട് IPCയിലെ സ്റ്റേറ്റ് പ്രസിഡന്റ്, ഞാൻ ബഹുമാനിക്കുന്ന KC തോമസ് സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്. 50 വർഷമായിട്ട് ഞാൻ ഇവിടെ വയ്ക്കുന്ന എനിക്കൊരു തോർത്ത് പോലും കിട്ടിയില്ലെന്ന് സ്വത്രം മനസ്സിലാകുന്നവർക്കായി അദ്ദേഹത്തെ ഞാൻ വിളിച്ച്, സംഭവം ശരിയാണോ? അദ്ദേഹം UN അണ്ടർ സെക്രട്ടറി അല്ല ശശി തരൂർ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്. പാസ്റ്ററെ, നാളുകൾക്ക് മുമ്പ് മിഡിൽ ഈസ്റ്റ് മാറ്റി ഒരു എണ്ണ പ്രശ്നത്തിൽ അവൻ പേപ്പർ തന്നുകൊണ്ടിരിക്കുക. കണ്ടോ? അങ്ങനെയെങ്കിൽ 4500 കിലോമീറ്റർ പായുന്ന ഷഹാബ് 3 ഇന്ന് അതുകൂടെ കേൾക്കണം. ഇസ്രയേലും ഇറാനുമായി 1890 കിലോമീറ്റർ മാത്രമേ ബിറ്റ്വീൻ 2000 ഗ്യാപ്പ് ടെൽ അവീവ് ടു ടെഹ്റാൻ. കേട്ടോണ്ടേ എഴുന്നേക്കാവൂ. അതുകൊണ്ട് ഇനി നാളെ ഒന്നും ഇത് പ്രസംഗിക്കത്തില്ല. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന് പേടി വന്നു. എല്ലാവരും കേൾക്കണം. ബെഞ്ചമിൻ നെതന്യാഹു അടുത്ത ശാസ്ത്രജ്ഞന്മാരെ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവരുടെ കയ്യിൽ മിസൈലുണ്ട്, നമ്മളെ തീർക്ക്. എന്തെങ്കിലും ഒരു പ്രതിവിധി വേണം. ബെഞ്ചമിൻ നെതന്യാഹുണ്ട്. അവർ പറഞ്ഞു, 8 അടി കോൺക്രീറ്റിൽ മനുഷ്യനെ കയറ്റിയാൽ റേഡിയസ് ഏക്കത്തില്ല. കേട്ടോണം ബാക്കിയും കൂടെ. അതിനാസ്പദമായി എന്ത് ചെയ്തെന്നറിയാമോ? അപ്പം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, അതൊന്നും വേണ്ട. ആ റേഡിയസ് ഏക്കാതിരിക്കാൻ ഒരു കുപ്പായം ഉണ്ടാക്കാൻ പറ്റൂ. അത് കണ്ടുപിടിച്ചു. ഏതാ കുപ്പായം? നിങ്ങളുടെ ഇലക്ട്രോണിക് ഐറ്റംസ് ായാൽ ഒരു സാധനം വെച്ച സോൾഡർ ചെയ്യുന്ന അതിന്റെ പേര കറുത്തീയ. അതിനെ സയൻസ് വിളിക്കുന്ന പേര ലെഡ്. ഇന്ന് രാത്രി ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ 93 ലക്ഷം ഇസ്രായേൽ മക്കളെ ധരിപ്പിക്കുവാൻ കുപ്പായം യഹൂദൻ ഉണ്ടാക്കി. ബാക്കിയൂടെ പറഞ്ഞുതരാം. ആ മരിച്ച ഇസ്രായേലിന്റെ ശരീരത്തിൽ ഈ കുപ്പായം വെച്ചിട്ട് എന്താ ചെയ്തതെന്നറിയാമോ? ഇവരെന്തോ ഇതെന്നറിയാമോ? ആകാശത്ത് നിന്ന് ഇസ്രായേലിന്റെ വിമാനം റേഡിയോ തെറാപ്പി കൊടുത്തു. കേട്ടില്ല. അതുകൊണ്ട് 93 ലക്ഷം പേർക്ക് ഇന്ന് കുപ്പായമുണ്ട്. എമിറേറ്റിൽ എത്ര പേർക്ക് റേഡിയേഷൻ ഏകാതിരിക്കാൻ കുപ്പായമുണ്ട്? ആദ്യത്തെ ശാസ്ത്രജ്ഞനാര്? കുഞ്ഞുങ്ങൾക്ക് സന്തോഷമില്ലല്ലോ. കാൽക്കുലേറ്റർ കണ്ടുപിടിച്ച മില്ലറാണോ? റേഡിയോ കണ്ടുപിടിച്ച മാർക്കോണിയാണോ? ബൾബ് കണ്ടുപിടിച്ച ആരാ മോളെ? സന്തോഷമില്ലല്ലോ. സ്കൂളിൽ പോകുമ്പോൾ മാങ്ങ അറിയാലത് ആൽവ എഡിസണാ ബൾബ് കണ്ടുപിടിച്ച്. മനസ്സിലാകുന്നവർക്ക് സ്വത്രം. അപ്പം ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ആരാന്നറിയാമോ? യാക്കോബ്. അപ്പനെ പറ്റിച്ച് ചേട്ടനെ പറ്റിച്ച് എവിടെ പോയി? ലാബാൻ്റെ വീട്ടിൽ പോയി. ലാബാൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാ സ്വത്രം 2 പ്രശ്നമായിരുന്നു.
ആടിനും പശുക്കൾക്കും ചെറിയ രോഗം, പിന്നെ നെടുമ്പറമ്പിലും പൊട്ടി ലാബാൻ സുന്ദരമായിട്ടിരിക്കുക. ആ കാര്യം പറഞ്ഞ പെന്തിക്കോസുകാർക്ക് നെഞ്ചുവേദന വരുന്നു. ബാക്കി ഞാൻ മിണ്ടുന്നില്ല. ഈ പള്ളിക്ക് ഈ മണി മതി, സ്വത്രം. ബാക്കി ഞാൻ മിണ്ടുന്നില്ല, കേട്ടോ. ഇത് അവസാന പ്രസംഗ, കേട്ടോ. ഇനി വന്നില്ല. ലാബാൻ യാക്കോബിനോട് പറഞ്ഞു, കുഞ്ഞെ ഞാൻ ആകെ പ്രതിസന്ധിയില്ല. യാക്കോബ് പറഞ്ഞു, ഞങ്ങൾ വിഷമിക്കേണ്ട, എല്ലാം ശരിയാകുമെന്ന്. സ്വത്രം. ഉച്ചയ്ക്ക് ആട് വെള്ളം കുടിക്കാൻ വന്നു. സ്വത്രം. ആടിൻ്റെ കാടിക്കകത്ത് പുന്നവടി ഞെരിഞ്ഞിൽ വടി നിരത്തി കപാത്തികൾ മാറ്റി വെള്ളം കൊടുത്തു. ആട് ചനയറ്റു. 6 മാസം പ്രസവിച്ചു. കറുത്താടും വരയാടും. അപ്പം ആടിന് കള്ളിർ മാറ്റിയത് ആരാ? തൃശ്ശൂർ മണ്ണത്തെ വെറ്റിനറി അല്ല, പൂജപ്പുര രാജീവ് ഗാന്ധി സെന്റർ അല്ല, കൊച്ചി കുസാറ്റല്ല. ആടിന് കള്ളർ മാറ്റിയതാ വല്യപ്പൻ യാക്കോബ്, 1ാമത്തെ ശാസ്ത്രജ്ഞൻ. മിണ്ടുന്നില്ല. പെന്തിക്കോസുകാരെ, അവനോടൊന്നും കളിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ മനസ്സിലാക്കിയോ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇസ്രയേലിനകത്ത് 93 ലക്ഷം പേർക്ക് റേഡിയേഷൻ ഏകാതിരിക്കാൻ കുപ്പായമുണ്ട്. നിങ്ങൾക്കാർക്കെങ്കിലും കുപ്പായമുണ്ടോ? നമ്മുടെ കൺവെൻഷൻ കഴിഞ്ഞ അവസാന രാത്രി ഒന്നുകൂടെ പറയുന്നു, എന്നാൽ നമുക്കൊരു കുപ്പായം കിട്ടി. എവിടുന്ന് കിട്ടി? 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ യഹൂദനെ ക്രൂശിക്കുവാൻ ഒരു യേശുവിനെ കിട്ടി. പടയാളികൾക്ക് യേശുവിന്റെ വസ്ത്രത്തെ കിട്ടി. യൂദായ്ക്ക് 30 വെള്ളിക്കാശ് കിട്ടി. യേശുവിനെ അടക്കി ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇവിടുത്തെ കള്ളുകടക്കാർ കോടിക്കണക്കിന് കാശുണ്ടാക്കി. എന്നാൽ നമുക്കൊന്ന് കാൽവറിയിൽ കൂടി കിട്ടി, രക്ഷയുടെ വസ്ത്രം കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ടാ പാടുന്ന പൊന്മണി മാലയവൻ എനിക്ക് തരി ശുഭ്ര വസ്ത്രം, നാഥൻ എന്നെ ധരിപ്പിക്കുക. നമുക്കൊരു കുപ്പായവും വേണ്ട. രക്ഷയുടെ വസ്ത്രമുള്ളവനെ ചേർക്കാൻ യേശു വരാറായി. കണ്ടു? ആറ്റം പൊട്ടിയാൽ. അതുകൊണ്ട് 5 മിനിറ്റ് കടമെടുക്കുന്നു പറയുന്നത് നിങ്ങളെ കിട്ടത്തില്ല. മോനെന്ന് കാണിച്ചട്ടെ. ഹൈഡ്രജൻ ബോംബ് 18,000 ആറ്റമായുധങ്ങൾ ലോകത്തിനകത്ത്. കണ്ടോ? കഴിഞ്ഞ ജനുവരിയിൽ ലോകം കണക്ക് കൊടുത്തിരിക്കുക. ദാണ്ടേ ലിസ്റ്റ്, ദാണ്ടേ ഇതെല്ലാം കുഞ്ഞിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഇതെല്ലാം കമ്പ്യൂട്ടറിൽ കൊടുത്തേക്കണം. 4000 റഷ്യ, 3500 അമേരിക്ക, ബ്രിട്ടൻ്റെ 800, ഫ്രാൻസിൻ്റെ 800, ബാക്കി എല്ലാവരെയും ഇരിക്കുക. ചൈനയുടെ 2000. ഇന്ത്യയുടെ ഗവൺമെൻറ് കണക്ക് കൊടുത്തിരുന്നാൽ എത്ര അറിയൂ? 300 ഉള്ളെന്ന്. പിടികിട്ടിയില്ല. 600 കയ്യിലായിട്ടായിരിക്കും 300 പറഞ്ഞ. സ്വത്രം. നമ്മൾ ആൾക്കാർ. പാകിസ്ഥാനിലുണ്ട് 150. ആകെ 6 ഡിസ്ട്രിക്ട്. ഇസ്രയേൽ അവൻ്റെ 350 ഇരിപ്പുണ്ട്. ബിൽസൺ സാറ്. സ്വത്രം. ഇതെല്ലാം കൂടെ പൊട്ടിയാൽ മനുഷ്യൻ്റെ അവസ്ഥ എവിടെ? ഇനി മിഗും വേണ്ട, മിറാഷും വേണ്ട. സയൻസ് ടെക്നോളജി. കൊറിയക്കാരൻ ആകാശത്തിനകത്ത് സാറ്റലൈറ്റിനകത്ത് ബോംബ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കൊറിയയിലെ കിങ് ജോങ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ റിമോട്ട് കാണിക്കുന്നത്. അന്നേരം അന്ന് കഴിഞ്ഞ ഭരണത്തിൽ ട്രംപ് പറഞ്ഞ കാര്യമുണ്ട്, നിൻ്റെ ഒരു റിമോട്ടേ ഉള്ളെങ്കിൽ എൻ്റെ 2 റിമോട്ട് ഉണ്ട്, മര്യാദയ്ക്കിരിക്കാൻ. സ്വത്രം. അതിൻ്റെ അർത്ഥം മിഗും വേണ്ട, മിറാഷും വേണ്ട. ഇന്ന് ഷാർജയിലോ ദുബായിലോ ഒരെണ്ണം വീഴണമെങ്കിൽ സാറ്റലൈറ്റ് വഴി ആറ്റം എത്തിക്കാം. അത്ര ടെക്നോളജി വന്നു. ഇനി അടുത്തതൂടെ കേക്ക്. ആറ്റം പൊട്ടിയാൽ മനുഷ്യൻ്റെ അവസ്ഥ. ഇന്ന് രാത്രി ടിക്കറ്റ്, അവസാനത്തെ ടിക്കറ്റാ. മദ്രാസ് മെയിൽ വരാറായി. കരശമായിക്കോണം. വായിക്കാം. ആറ്റം പൊട്ടിയാൽ അവസ്ഥ. വായിക്കാം കുഞ്ഞ എസക്കേൽ പ്രവചനം 39, 14, 15. അതാ ഞാൻ തേർഡ് വേൾഡ് വാർ. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന്, അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും. അതാ മാമേ കോവിഡ്. കോഴഞ്ചേരി താലൂക്ക് ആശുപത്രി അച്ചായൻ മരിച്ചിട്ട് ബന്ധുക്കൾ വല്ലതും കണ്ടോ? ഡോക്ടർ മൊബൈലിൽ കാണിച്ചു 6 ചെറുപ്പക്കാർ ചൊവ്വേ പോകുന്നല്ലോ യൂണിഫോം ഇട്ട് അച്ചായനെ 12 അടി താഴ്ത്തിയെന്ന്. സ്വത്രം. അതിന്റെ പേര് ഡെയിലി വേജസ് വി ആർ സീയിങ് അറ്റ് ദ ഇംഗ്ലീഷ് ഇന്റർപ്രിട്ടേഷൻ ദാറ്റ് മീൻസ് ബാരിയേഴ്സ്. സ്വത്രം. നിത്യപ്രവർത്തിക്കാരെ കൊണ്ടുവരുമെന്ന്. കോവിഡ്. അടുത്തത് ആറ്റം വരിക. 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും. 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും. അടുത്തത് ദേശം ചുറ്റി സഞ്ചരിക്കുന്നവർ. ആറ്റം പൊട്ടിയാൽ, ദാണ്ട ഹൈഡ്രജൻ ക്ലസ്റ്റർ, ഇതെല്ലാം പൊട്ടിയാൽ. അടുത്ത വാക്ക് ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ. ആറ്റം പൊട്ടിയ അച്ഛൻ്റെ ഡെഡ് ബോഡി ഒന്നും ഇല്ല. അടുത്ത മനുഷ്യാസ്തി. വായിച്ചാട്ട് മോളെ. സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ മനുഷ്യാസ്തി കണ്ടാൽ അതിനരികെ ഒരു അടയാളം വയ്ക്കും. ആരും തൊടത്തില്ല. റേഡിയേഷൻ ആരും തൊടിയില്ല. അതിന്റെ അരികെ ഒരു അടയാളം വെക്കും. അടക്കം ചെയ്യുന്നവർ. ഇസ്രയേൽ ഹാമോൻ ഗോഗ്. പത്തനംതിട്ട പമ്പയാറ്റി. സന്തോഷമില്ലല്ലോ. കോട്ടയത്ത് മീനച്ചിലാറ്റി. തിരുവനന്തപുരത്ത് നെയ്യാറി. പറ്റുമെങ്കിൽ കൊല്ലത്ത് കടലിൽ കൊണ്ടുവന്ന് മനുഷ്യന്റെ ശരീരം പറയാം. ഇന്ന് നിങ്ങളുടെ കയ്യിൽ മൊബൈലുണ്ട്. ഈ ഏഷ്യാനെറ്റ് ഒരു പെൺകുട്ടിയുണ്ട്, അളകനന്ദ. അവളുടെ അടുത്ത് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കണം റഷ്യയിലെ ശവമടക്കം. 24-ൽ PP ജെയിംസ് ഉണ്ട്. അവർ 2 പേരും കാണിച്ചു തരും. റഷ്യയിലെ ഉക്രൈനിൽ കീവിലും ഓർക്കീവിലും മരിയാപോളിലും സഫ്രോഷ്യയിലും ഈ റഷ്യ കൊന്നവരുടെ ശവം ഉക്രൈനിൽ കിടക്കുക. അതിനെ കുഴിയിലകത്ത് വലിച്ചിടുക. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇതെങ്കിലും കേട്ട് മാനസാന്തരപ്പെടണം. ആറ്റമായുധം പൊട്ടിയാൽ 2 തെളിവുകൾ. ഞങ്ങൾ വരുന്നത് കൊല്ലം ജില്ല ചാത്തന്നൂർ എബിപ്പസ് ഇരിപ്പുണ്ട്. എൻ്റെ വീട്ടിൻ്റെ ഇവിടുന്ന് 108 കിലോമീറ്റർ ഉള്ള പരവൂര്. പൊട്ടാസ്യം നൈട്രേറ്റ് തോറിയോ ലിതിയോ ഒന്നും അല്ല. സ്വത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു രാത്രി അവിടെ പൊട്ടിയത്. എൻ്റെ കസിൻ ബ്രദറിന് കൊല്ലം ഈസ്റ്റ് CI, ഇന്ന് വിജിലൻസ് DYSP എറണാകുളം. അവനോട് ഞാൻ പറഞ്ഞു വരാൻ. അന്ന് ആദ്യമായിട്ട് വഴിയാധാരമായി മാസ്ക് എൻ്റെ മൂക്കി വെച്ചത് ഞാൻ കണ്ടത്. ഞങ്ങളുടെ ജില്ലയിൽ രാത്രി ഉത്സവം കാണാൻ വന്ന ചെറുപ്പക്കാരികൾ, അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, ദാ കിടക്കുന്ന കൈ വേറെ കാല് വേറെ. 108 പോയി. തീർന്നില്ല. തിരുവനന്തപുരമല്ല, ശ്രീലങ്ക. തമിഴ് പുലികളുടെ നേതാവിൻ്റെ പേരാ വേലുപ്പുള്ള പ്രഭാകരൻ. അവനെയും മകനെയും കൊന്നതെവിടെ? ക്ലസ്റ്റർ ബോംബ്. കിടന്നതെവിടെ?
എവിടെ? വട്ടിക്കോലാവായിൽ 6 മാസം ഷീറ്റിട്ട് പുതപ്പിച്ചു. BBC കാണിച്ചു. അതിനുശേഷം അവൻ്റെ ഡെഡ് ബോഡി എവിടെ കൊണ്ടുവന്ന് ജാഫ്നയിലെ കടലിടുക്കി കൊണ്ട് കുത്തിത്താട്ടിയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ട കുമ്പനാട് സെല്ലി കയറ്റത്തില്ല, മർത്തോമയുടെ സെമിത്തേരി കയറ്റത്തില്ല, അല്ലെങ്കിൽ ഓർത്തഡോക്സുകാരൻ്റെ സെമിത്തേരി കയറ്റത്തില്ല, നാടൻ മലയാളം ഈട്ടിപ്പെട്ടി കയറ്റത്തില്ല, നാട് ചുറ്റത്തില്ല, നഗരം ചുറ്റത്തില്ല, ശോശപ്പയിടത്തില്ല, ഇരുത്തി അടക്കത്തില്ല, കിടത്തി അടക്കത്തില്ല, കുന്തിരിക്കാൻ പുകയ്ക്കത്തില്ല, പ്രസ്ബിറ്റർ വരത്തില്ല, പ്രസിഡന്റ് വരത്തില്ല, ഐമേനിയും തിരുമേനിയും വരത്തില്ല. കർത്താവിൻ്റെ വരവിൽ ആറ്റം പൊട്ടിയ നിന്റെ ശരീരം വഴിയരികെ കിടക്കുന്ന ഒരു കാഴ്ച കാണാൻ പോകുന്നു. ഇന്ന് രാത്രി വിളിച്ചു പറ, ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം. കരമുയർത്തുന്നവർക്ക് ഇതാകുന്ന ഒരു രക്ഷാദിവസം. ഇന്ന് രാത്രി വരാനിരിക്കുന്ന ലോകമഹായുദ്ധത്തിൽ നിൽക്കണോ, യേശുവിന്റെ വരവിൽ പോണോ, രക്ഷയുടെ വാതിലുകൾ അടയാനായി. സ്വോത്രം. മാനസാന്തരപ്പെട്ടു. ഇനി പെന്തിക്കോസ്തുകാര് അവറാച്ചൻ മലയിൽ പോയത് പറയാതെ കാന്തൻ വരാറായി. സ്വോത്രം. ഒരുങ്ങിക്കോ. സ്വോത്രം. അവസാന സന്ദേശങ്ങളാ, തീർന്നില്ല. ഇന്ന് ആറ്റമായുധം പൊട്ടിയാൽ മനുഷ്യന്റെ അവസ്ഥ എന്താവും? അതുകൂടെ നോട്ട് ചെയ്യ്. വായിച്ചേട്ടെ മക്കളെ. ആറ്റമായുധം പൊട്ടിയാൽ മനുഷ്യന്റെ അവസ്ഥ. സെക്കരിയ പ്രവചനം 14-12 കുഞ്ഞു വായിച്ചേട്ടെ. ഡിസ്പ്ലേ. യുദ്ധം ചെയ്ത സകല ജാതികളെയും എല്ലാവരും ഈ വാക്യം കാണണം. ഒറ്റ ദിവസം കൂടെ ഉള്ളു. നോട്ട് ചെയ്തുകൊണ്ടേ പോകാവൂ. വഴിയരികെ പ്രസംഗിക്കണം. സെക്കരിയാവ് 14-12 യെരൂശലേമിനോട് യുദ്ധം ചെയ്യാൻ വരുന്ന ജാതികളെ യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. അവർ വായിച്ചേട്ട് കുഞ്ഞെ, അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകി പോകും. ഇതിന്റെ പേരാ ന്യൂറൽ ഇൻഫെക്ഷൻ. നോട്ട് ചെയ്തോ. ആള് മരിക്കത്തില്ല, ന്യൂറൽ ഇൻഫെക്ഷൻ. എല്ലാവരും കേട്ടാട്ടെ. 1998 ഇസ്രായേൽ ഒരു സാധനം കണ്ടുപിടിച്ചു. അതിൻ്റെ പേര് എത്തനിക് ബോംബ്. ഒരു ദിവസം ഞാൻ വിൽസൺ സാറിനോട് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അതിനകത്ത്, ക്രിക്കറ്റ് ബാളിനകത്ത് നിന്ന് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന വൈറസ് ഉണ്ട്. 1998 ഇസ്രായേൽ ഈസ് കണ്ടക്ടഡ് എത്തനിക് ബോംബ്. മൊബൈലിൽ നോക്കിയാൽ മതി. സ്വോത്രം. അത് കണ്ടിട്ടാ ചൈന വുഹാനിൽ നിന്ന് വൈറസ് ഉണ്ടാക്കുന്നത്. ഇന്ന് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇസ്രായേൽ ഒരു നൂതന ടെക്നോളജി കൊണ്ടുവന്നു. അതിൻ്റെ പേര് വൈറ്റ് ഫോസ്ഫറസ്. മനസ്സിലാക്കണം. GCC സമ്മിറ്റ് റിയാദിൽ കൂടി യുദ്ധം നിർത്താൻ പറഞ്ഞു. അപ്പം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ചാനലുകൾ പുറത്തുവിട്ടു. ഇവിടുത്തെ ഗൾഫ് ന്യൂസും ഖലീജ് ടൈംസ് പുറത്തുവിട്ടു. പുള്ളിക്കാരൻ പറഞ്ഞതാ, ഞങ്ങളിൽ ഒരുവൻ ഉണ്ടെങ്കിൽ കുട്ടിക്കൂറ പൗഡർ പറയുന്ന പോലെ കൊടയോ. UN ജനറൽ സെക്രട്ടറി അന്തോണീസ് ഗുട്ടറാസ് ബെഞ്ചമിൻ നെതന്യാഹു കൊണ്ട് പറഞ്ഞു, സാറേ അത് കൊടയരുത്. അത് കൊടഞ്ഞാൽ അവർ നിവർന്ന് നിൽക്കുമ്പോൾ മരിക്കത്തില്ല. അതിൻ്റെ പേരാ നെർവസ് ഇൻഫെക്ഷൻ. എന്തുകൊണ്ട് ഇന്ന് രാത്രി ദൈവമക്കൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ ചോദിക്കും, പാസ്റ്റർ എന്തുകൊണ്ടാണ് അത് കൊടയാത്ത? അത് കൊടയുന്നതിന് മുമ്പ് അച്ചായമ്മ ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടാനുണ്ട്. ആരാവാർ? ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഷാർജയിലെ ദൈവമക്കള് ഒരു രാത്രി കൂടി നെഞ്ചു കീറി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ പറയുന്നു, കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സൂക്ഷത്തിലേക്ക് മടങ്ങിവോ. അടുത്തത് അവരുടെ കണ്ണെന്തോയും. 1945 ഓഗസ്റ്റ് 6-8 ഹിരോഷിമ, നാഗസാക്കി, എനാഗുള, ബോക്സ്കാർ 2 എണ്ണത്തിൽ ബോംബിട്ട്. ഇന്ന് ജപ്പാനിൽ കിടക്കുന്നത് എന്താണെന്നറിയാം? സ്വോത്രം. കയ്യും കാലും തളർന്ന് കിടക്കുക. അന്ന് സമുദ്രജലം 400 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് തിളച്ചത്. കൊടയും പിടിച്ചുകൊണ്ട് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയാലോ ചോറ്റുപാത്രമായിട്ട് ചാടി വെള്ളത്തിൽ കണ്ണുരുകിപ്പോയി. കാസർഗോഡ് ഒരു സ്ഥലമുണ്ട്, അവിടെ കശുമാവിനടിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു, എൻഡോസൾഫാൻ. സ്വോത്രം. 13 കൊല്ലം മുമ്പ് അടിച്ച് കാസർഗോഡ് പരിവേഷം നോക്കി. അപ്പോൾ കശുമാവ് വെട്ടി മാസയോഗത്തിന് കഞ്ഞിയും വെച്ച്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. പക്ഷേ ഇന്ന് കാസർഗോഡ് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് സമര, കൈ ഇങ്ങോട്ട് മുഖം ഇങ്ങോട്ട് അടിച്ച് എൻഡോസൾഫാൻ, മൂക്ക് വളഞ്ഞിരിക്കുന്നു. കണ്ടോ? അങ്ങനെയെങ്കിൽ ആറ്റം പൊട്ടിയാൽ കണ്ണ് തടത്തിൽ. അടുത്തതുകൂടെ പായിരുമോളെ, നാട്ടുകാർ കേൾക്കട്ടെ. അവരുടെ നാവ് ഇവിടെ മോനിരിക്കുന്നുണ്ട്. കമ്മിങ് ഫ്രം മാർത്താണ്ഡത്തിന് നേരെ ഒരു റോഡുണ്ട്, കറങ്കൽ. അതിൻ്റെ അപ്പുറത്താ പിന്നെ തോവാളം. അതിൻ്റെ അപ്പുറത്തോട്ട് പോയി മണ്ടയ മാർക്കറ്റ്. ഇവിടെ എല്ലാം ഞാൻ പ്രസംഗിച്ചതാണ്. വൈകിട്ട് ഞാൻ അവിടെ പോകുമ്പോൾ തമിഴ്നാട്ടിലെ ചെറുപ്പക്കാർ നല്ല മാങ്ങ പരമ്പിനകത്ത് അടിക്കും. മാങ്ങ തിരിച്ച് പ്രസംഗം കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ നിവി അടിക്കുന്നല്ലോ, ഒറ്റയടി. സ്വോത്രം. പിറ്റേന്ന് പത്തനംതിട്ടയും തിരുവല്ലയിലും കൊല്ലത്തും വരും. അൽഫോൻസ, കോട്ടൂക്കോണം, മൽഗോവ. എൻ്റെ അമ്മാമ്മയെ തലേന്ന് അടിക്കുന്നതാ രാവിലെ പഠിക്കുന്നത്. സ്വോത്രം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ പാടുന്ന അമ്മമാരോട് നാവ് പഴുത്ത് പുഴുത്തു പോകും. അതിൻ്റെ പേര് ടങ് ഇൻഫെക്ഷൻ. സ്വോത്രം. നാവ് പഴുത്ത്. ഇന്ന് രാത്രി വരാനിരിക്കുന്ന ഘട്ടത്തിൽ നിൽക്കണോ, യേശുവിൻ്റെ വരവിൽ പോണോ? വാതിലുകൾ അടയാറായി. ഇനി വെളിപ്പാട് കേട്ടില്ലെന്ന് പറയരുത്. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന ദൈവസഭയോട്, ഫിലാഡൽഫിയോട് സഭയോട് സ്വർഗം പറയുന്നു, സഹിഷ്ണുതയോട് എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇതാ ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാ. ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റാ. യേശു വരാറാ. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. തീർന്നില്ല. അടുത്തതൂടെ കേക്ക്.
അൽവകാം കിട്ടുമോ കുഴിമന്തി കിട്ടുമോ എന്ന് കേൾവുകാർ എഴുതിക്കോ. വായിരുമോളെ വെളിപ്പാട് പുസ്തകം 6:5-6 എന്റെ അവസാനത്തെ പുസ്തകം. മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്റെ പേരാ ഒരു തുലാസ്. മോള് വായിച്ചട്ടെ. അതിന്മേലിരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. അതിന്റെ പേരാ 1 weighman scale. ദാണ്ട കണ്ടോ, കുഞ്ഞുങ്ങളെല്ലാം കാണും. ആന്റിക്രൈസ്റ്റ് വരുന്നതിനെ വിട്ട് ബാർകോഡ്, സോപ്പിനകത്തും ചീപ്പിനകത്തും സകലത്തിലും ബാർകോഡ്. ദുബായിൽ നിന്ന് മേടിച്ചാൽ ഈ വില, ഷാർജയിൽ നിന്ന് മേടിച്ചാൽ ഈ വില, കമ്പ്യൂട്ടർ വിലജത്തേക്ക്. അതുകൊണ്ടാണ് നിങ്ങളുടെ ബില്ലിനകത്ത് ഇന്ത്യ GST, ഗുഡ് സർവീസ് ടാക്സ്. ഇവിടെ വേറെ അച്ചായനം വന്നു, വാറ്റ്. കേട്ട വല്ലവരും ഉണ്ടോ? എവിടുന്ന് കൈ ഉയർത്തുന്നില്ല. സ്വോത്ര അതൊക്കെ നാട്ടിലായിരിക്കണം. ഇവിടെ ഷാജി പാഷ ഇവർക്ക് ഒരു സംശയം, ഇവർ കൈ ഉയർത്തിയാൽ ഞാൻ ചിലപ്പോൾ പടം എടുക്കുമെന്ന്. സ്വോത്ര എൻ്റെ ജോലി പടമെടുപ്പല്ല. ചിലർ വിചാരിക്കും ഞാൻ കല്യാണം ആലോചിക്കുമെന്ന്. സ്വോത്ര എൻ്റെ ജോലി കല്യാണം ആലോചനയല്ല. ഇവിടെ കർത്തൃദാസന്മാരുണ്ട്, കർത്താവ് വരാറയാ സംഭവം. അതിൻ്റെ പേര് വാല്യൂ ആഡഡ് ടാക്സ്. ഇവിടുത്തെ എല്ലാ ബില്ലിലും 1 weighman scale. അടുത്തത് വയറ്, ഗ്രിൽഡ് ചിക്കനും അൽപകാം. ഒരു പണത്ത് വായിച്ചോട്ടെ മോളെ. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. നല്ലതുപോലെ ദൈവം മോളെ അനുഗ്രഹിക്കട്ടെ. കോട്ടയത്ത് ചുങ്കത്ത് ഞാൻ കർത്താവിന്റെ വരവ് പ്രസംഗിച്ചു. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്. ദൈവസഭ എടുക്കപ്പെട്ടാൽ 4 ദിവസത്തെ പ്രഭാഷണം. 3-ാം ദിവസം ഈ വാക്യം വായിച്ച് ഇടവേളയ്ക്ക് കാണിക്കെടുത്ത് ഇവിടെ. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പാസ്റ്റർ അസിസ്റ്റന്റ് ഉണ്ട്. ഈ പുള്ളിക്കാരനാണ് വായിക്കുന്നത്. ഈ പയ്യൻ വായിച്ച് കേൾപ്പിക്കുക. ഒരു പണയത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണയത്തിന് ഒരിടങ്ങഴി യവം. ഞാനാന്ന് നോട്ട് കൊടുത്താൽ പിന്നെ ബൈബിള് തുറക്കത്തില്ല. ഇടവേളയ്ക്ക് ഞാൻ ചായ കുടിച്ചാൽ ഭാഷയോട് ചോദിച്ച് യവൻ വായിച്ചത് ശരിയാണോ, ബൈബിള് ശരിയാണോ? അപ്പോൾ ഭാഷനോട് ചോദിച്ചു എന്തുവാ? ഞാൻ പറഞ്ഞു അവൻ പണയമെന്നാണ് വായിച്ചത്. അപ്പോൾ ഭാഷനോട് പറയാം, യോ മിണ്ടരുതേ, അവൻ കൊശമറ്റം ഫൈനാൻസിൽ പണയം എടുക്കുന്നതാണ്. സ്വോത്ര ഇന്ന് രാത്രി നമ്മുടെ കുഞ്ഞ് എത്ര ഐശ്വര്യമായിട്ട് വായിച്ചു. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് ഒരിടങ്ങഴി യവം. അടുത്തത് വായിക്കാം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുതെന്ന് 4 ജീവികളുടെ നടുവിൽ നിന്നൊരു ശബ്ദം ഞാൻ കേട്ടു. മാനസാന്തരപ്പെട്ടോ. എണ്ണ, വീഞ്ഞ്. കോവിഡ് കാലം, ഇവിടെ ലോക്ക്ഡൗൺ ആയിരുന്നു കേട്ടോ. അതിന്റെ പ്രത്യേകത എന്താ? എല്ലാവരും കേട്ടോണ്ടിരിക്കണം. നിങ്ങൾക്കൊരു മരുന്ന് കിട്ടാതിരുന്നില്ല. വീഞ്ഞ് വാട്സപ്പ് അടിച്ചപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മരുന്ന് കിട്ടി. 2 എണ്ണ. കോവിഡ് കാലത്ത് ഇന്ത്യയിലും പെട്രോൾ പമ്പ് അടച്ചില്ല, എമിറേറ്റിലും അടച്ചില്ല. ഇത് 2 കിട്ടും. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് ഒരിടങ്ങഴി യവം. അതാ ഇന്ന് കേരളത്തിൽ റേഷൻ മസ്റ്ററിങ്. കാടെല്ലാം പോയില്ലയോ? ആത്തിരക്കോ ദണ്ഡമാക്കൻ ഈ പോസ് റേഷൻ 4 കിലോ 2 കിലോ കുത്തരി. ആട്ടപ്പൊടി റഷ്യയുടെ പ്രശ്നം വന്നപ്പോഴേ പോയി. സൂത്രം മനുഷ്യന്റെ തലയെണ്ണി ആഹാരം ലഭിക്കാൻ പോകുന്നു. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അതുമില്ലേ അന്നത്തെ പണ്ട് നമ്മുടെ പത്തനംതിട്ട സെൻറ്ററിൻ്റെ ചുമതലയുള്ള വിൽസൺ ജോസഫ് സാർ. അപ്പോൾ പത്തനംതിട്ട കുഞ്ഞുങ്ങളുടെ BBSഉം മാസയോഗവും കൂടെ. അപ്പോൾ കടമിനിട്ട് ചെന്നിട്ട് റേഷൻ കടയിൽ നിന്ന് തോമസ് കുട്ടിച്ചാനോട് പറഞ്ഞു, അച്ഛാ നമ്മുടെ മാസയോഗവും വരുന്നുണ്ട്, അതുപോലെ കുഞ്ഞുങ്ങളുടെ BBSഉം വരുന്നുണ്ട്, ഒരു 50 കിലോ അരി പച്ചരി കിട്ടും. അപ്പം വിൽസൺ ജോസഫ് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ പൊക്കോ, 7:30 നമ്മുടെ കമ്മിറ്റി സെക്രട്ടറിയെ വിട്ടാൽ മതി ബൈക്കുമായിട്ട്. സ്വോത്രം പഴയ കാലം ചാക്കിനകത്ത് 50 കിലോ കൊടുക്കും. ഇന്ന് പത്തനംതിട്ട സെൻറ്ററിൻ്റെ മാസയോഗം എന്ന് പറഞ്ഞു തോമസ് കുട്ടിച്ചാൻ്റെ റേഷൻ കടയിൽ ചെന്നാൽ പറയും, പാസ്റ്ററെ കർ വാപ്പസി പൊക്കോളാൻ ദാ കിടക്കുന്ന. സ്വോത്രം എല്ലാം ഒരുവൻ്റെ കയ്യിലായി. മനുഷ്യന് തലയെണ്ണി ആഹാരം കിട്ടാൻ പോകുന്നു. ഒരു 2 വാക്കൂടെ വായിക്കണം മോളെ. നാട്ടുകാർ കേൾക്കട്ടെ. ഇവിടെ നിൽക്കണോ പോകണമെന്ന് ഇന്ന് രാത്രി തീരുമാനിക്കണം. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ആജ് രാത് കോ മേ സബ് ലോഗ് കോ ബോലേഗാ അപ്നാ പരമേശ്വർ കാ ഗംഭീർ നാദ് ഊപ്പർ മേ ആയേഗാ മഗർ ആപ് ലോ ഇധർ രഹേഗാ ക്യാ ഖാനെ കോ മിലേഗാ ക്യാ പീനെ കോ മിലേഗാ. സ്വോത്രം. കേരളത്തിലൊരു പാസ്റ്റ് പോസ്റ്റ് ഇട്ടതാ. സ്വോത്രം ചന്തപ്രസംഗിയാന്ന്. ഞാൻ ഒന്നും മിണ്ടുന്നില്ല. 2 ബിരുദവും കഴിഞ്ഞ് റിസർച്ചും കഴിഞ്ഞ് 7 ഭാഷ കഴിഞ്ഞ് എന്നോടാ ഒരുത്തൻ പോസ്റ്റ് ഇട്ടത്. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഷായിച്ച സ്വോത്രം. എനിക്കറിയാം കൊടുക്കാനും കൊടുത്തേന്. സ്വോത്രം. ഒരു ABCD അറിയാത്ത അമേരിക്കൻ പ്രസിഡന്റിന്റെ പേര് പോലും അറിയാതിരിക്കുന്നവരാ പോസ്റ്റ് ഇടാൻ നിൽക്കുന്ന. സ്വോത്രം. നിന്നെ എല്ലാ 11 KV കയറ്റും. സ്വോത്രം. ചങ്കൂറ്റത്തോടെ പ്രസംഗിക്കാൻ കഴിവുള്ള ചെറുപ്പക്കാരെഴുന്നേക്കട്ടെ. സ്വോത്രം. IPCക്കാരും കുറവല്ല. സ്റ്റേജ് കൂടെ പറയുന്നില്ല. അച്ഛാ ഇവിടെ ഇരുന്നാൽ മതി. സ്വോത്രം. ഇന്ന് രാത്രി കേട്ടോ, കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ എടുത്താട്ട് മോളെ എന്ത് തിന്നാൻ കിട്ടും? എസെക്കിയേൽ പ്രവചനം 4, 10, 11 ചാപ്റ്റർ. നീ ഭക്ഷിക്കുന്ന ആഹാരം ഒരു ദിവസത്തേക്ക് 20 ശേക്കൽ തൂക്കമായിരിക്കണം. 200 ഗ്രാം. കേട്ടോ, ഇപ്പം ചെല്ലിയോ കവർ ചപ്പാത്തി വന്നില്ലയോ? ഗോൾഡൻ ലോഫിന്റെ മേടിച്ചാലും ഏത് ബേക്കറിയുടെ അൽറി ബേക്കറിയുടെ മേടിച്ചാലും 10. ഞാൻ തമിഴ്നാട്ടിൽ പ്രസംഗത്തിന് പോയി. ഇവിടെ ഇരിക്കുന്ന തമിഴ് മക്കൾ അങ്ങേ സാപ്പിടത്തൊക്കെ ചപ്പാത്തി മേടിച്ചപ്പോൾ അതിനകത്തും 10. നോർത്ത് ഇന്ത്യ में बहुत जगह में गया, लखनऊ गया, गोरखपुर गया, भोपाल गया, छत्तीसगढ़ गया, मगर उधर खाने के लिए दुकान में गया, उधर भी पकड़ गया ये चपाती का पैकेट का अंदर 10 കരം ഉയർത്തുന്നവർക്കായി സ്വോത്രം. കേരളത്തിലെ പ്രസംഗിറങ്ങാൻ നോർത്ത് ഇന്ത്യ പോവാച്ചാ. സ്വോത്രം. ഞങ്ങൾ ദുബായ്, അബുദാബി, PC നാക്ക്. സ്വോത്രം. അവിടെ പുതപ്പം കിട്ടും. സ്വോത്രം. എല്ലാം ഇവിടുന്ന് രക്ഷപ്പെട്ട അക്കരെ നാട്ടിൽ കയറിക്കോണം. സ്വോത്രം. സത്യസുവിശേഷം പറയുവാൻ. സ്വോത്രം. അത് കേട്ടോ. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഗ്രാമാകും. ഇന്നെല്ലാത്തിനകത്തും ഗ്രാമായി. കവർ ചപ്പാത്തി ഗ്രാം. അത് കഴിഞ്ഞിട്ട് അടുത്തത് എന്താ? ഈ ബ്രെഡിനകത്ത് ഗ്രാം, പാലിനകത്ത് ഗ്രാം, നിങ്ങളുടെ നിഡോയ്ക്കകത്ത് ഗ്രാം, ടാങ്കിനകത്ത് ഗ്രാം, ബാർകോഡ് വിത്ത് ഗ്രാം. അപ്പോൾ ഇസ്രയേലിന്റെ ശെക്കേൽ 1/2 ശെക്കേൽ 20 ശെക്കേൽ 200 ഗ്രാം.
പറയാം, ഒരു വീട്ടിന് വരാൻ പോകുന്നത് 10 സ്വോത്രം. അർത്ഥം നാം 2 നമുക്ക് 2 കുഞ്ഞുങ്ങളും അപ്പനും അമ്മയ്ക്ക് ഈ 2 8, അപ്പുറത്ത് അപ്പച്ചനും അമ്മച്ചോ കാണും. വേണമെങ്കിൽ ജീവൻ കിടക്കാം. ഓരോന്ന് കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇവിടെ അൽപകാമും കുഴിമന്തിയും മക്ഡൊണാൾഡ് പൊരിച്ച KFC തിന്നുന്ന എല്ലാ അച്ചായമാര് കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ കവർ ചപ്പാത്തി തിന്നാൻ പോവാ. ഇന്ന് രാത്രി ഇന്ന് രക്ഷപ്പെട്ടോ. അതുകൊണ്ട് കേരളത്തിൽ വായിച്ചാൽ മതി. വിൽസൺ സാർ അടുത്ത ആഴ്ച കേരളത്തിൽ വരുമ്പോൾ റേഷൻ കാർഡെല്ലാം തിരിച്ചു പിടിച്ചു. റേഷൻ മസ്റ്ററിങ്, കള്ള റേഷൻ മേടിച്ചവനെ എല്ലാം തൂക്കിലാക്കി. സ്വോത്രം. ഇതെല്ലാം ഒരുവന്റെ കയ്യിൽ വരാൻ പോകുന്നു. അടുത്ത വാക്ക് വായിച്ചിട്ട് നേരത്തോട് നേരം നീ അത് കൊണ്ട് ഉപജീവിച്ചുകൊള്ളേ. ഇപ്പൊ റോളേന്ന് പരിപ്പ് വട, അഭിഷേകാരെന്ന് സാൻഡ്വിച്ച്, ദുബായ് നൈബ് റോട്ടിന്ന് കോഴി പൊരിച്ചത് തിന്നുന്ന എല്ലാം പരിപാടിയാവാൻ പോവുക. ഇന്ന് രാത്രി നീ മാനസാന്തരപ്പെട്ടോ. അവസാന സന്ദേശം അടുത്ത വാക്ക് വായിരുമോളെ. വെള്ളവും അളവ് പ്രകാരം. ഇന്നലെ മുഴുവൻ ഞാൻ ഇവിടെ ലൈവ് കിടപ്പുണ്ട് മോനെ. ഞാൻ പോയാലും ആ വെള്ളത്തിന്റെ ലൈവൊക്കെ കൊടുക്കണേ. രക്തമഴ പെയ്താൽ ഇവിടെ വെള്ളമൊന്നും കിട്ടത്തില്ല. പഞ്ചായത്തുകാരങ്ങാണ് ഫിൽട്രേറ്റ് ചെയ്ത വെള്ളം കൊണ്ടുതരും. ദൈവം ഭൂമിക്ക് വെച്ച ചൂടത്ര 17 ഡിഗ്രി സെന്റിഗ്രേഡ്. ഇന്ന് ദുബായിൽ 46, സൗദി 48, കുവൈറ്റ് 50, അത് കഴിഞ്ഞിട്ട് കേരളം, പത്തനംതിട്ട, നിങ്ങളുടെ സ്ഥലം 36. സ്വോത്രം. അപ്പോൾ ഞങ്ങൾ ഒരു പരുവത്തിലൊക്കെ കൊണ്ടുപോകാം. ഞങ്ങളുടെ ഭാഷന്മാർ അരബക്കറ്റ് വെള്ളവും ഒരു നിവിയായും അടിച്ച് നിൽക്കും. സ്വോത്രം. സഹോദരിമാരുടെ കാര്യം അങ്ങനെ. ദാനിയേൽ 3 നേരം യെരൂശലേമിനെ നോക്കിയതുപോലെ കാവ്യാമാധവനെ പോലെ 3 നേരം കുളിച്ചുകൊണ്ടിരിക്കുക അമ്മ. സ്വോത്ര. ഇന്ന് രാത്രി കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ കുളിക്കാൻ വെള്ളം കിട്ടത്തില്ല. കുളിക്കാൻ വെള്ളം കിട്ടുമോ? സ്വോത്രം. മാനസാന്തരപ്പെട്. അടുത്ത വാക്യം കൂടെ. നേരത്തോട് നേരം വായിച്ചിട്ട് മോളെ. നേരത്തോട് നേരം നീ അതുകൊണ്ട് ഉപജീവിച്ചുകൊള്ളേണം. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്. അങ്ങനെയെങ്കിലും ഒരു സംഭവം നടക്കും. ചൂട് പെരുകിയാൽ, ഇതാ എൻ്റെ പ്രസംഗം, അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ചൂട് പെരുകിയാൽ സ്കിന്നിനകത്ത് ഇൻഫെക്ഷൻ വരും. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ശരീരത്തിനകത്ത് ചൂട് പെരുകിയാൽ പരിക്കൽ വന്ന് ശരീരം പൊട്ടു. അതുകൊണ്ട് ആ വിശുദ്ധ വെളിപ്പാട് പറയുന്നു, ആ കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും. കരമുയർത്തുന്നവർക്കായി മരിപ്പാ കൊതിക്കും. എന്നാൽ ഇന്ന് രാത്രി പറയണം, അളവ് പ്രകാരം വെള്ളം ഇവിടെ കിട്ടുന്നതിന് മുമ്പ് ജൈവജല നദിയുടെ ഉറവയിൽ നിന്ന് പാനം ചെയ്ത തന്റെ സഭയെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. സ്വോത്രം. ഇന്ന് നമുക്ക് പെന്തിക്കോസുകാർക്ക് കറുത്ത കാറ്, കിയ വെളുത്ത പെണ്ണ്, മേനെ തെക്കേ അമേരിക്ക, സ്വോത്രം, വിസ, ഇതെല്ലാം മാറ്റി കർത്താവിൻ്റെ വരവിന് വേണ്ടി IPC-കാരോട് ഞാൻ പറയാ, ഇവരെ ഒന്നും ഇതിനകത്ത് കേട്ടരുത്. ഒന്നേ പ്രസംഗിച്ചോളൂ, രക്ഷയ്ക്ക് വേണ്ടി പ്രസംഗിക്കണം. ഒന്നേ പ്രസംഗിച്ചോളൂ, നാഥന്റെ വരവിന് വേണ്ടി പ്രസംഗിക്കണം. ഒന്നേ പ്രസംഗിച്ചോളൂ, യേശു എൻ്റെ പാപങ്ങളെ മോചിച്ച ഏകരക്ഷകൻ എന്ന് പറയുക. എമറേറ്റ്സ് വർഷിപ്പ് സെന്ററിൽ നിന്ന് ചില കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വാർത്തെടുക്കട്ടെ. മോനെ, PhD അല്ല വലുത്, ഡിഗ്രി അല്ല വലുത്, MD അല്ല വലുത്, PhD വലുത്. ഇന്ന് രാത്രി നീ പ്രാർത്ഥിച്ച് കരയാൻ തയ്യാറുണ്ടെങ്കിൽ ലോകത്തിന്റെ പട്ടണങ്ങളിൽ കൊണ്ടുപോകുക സ്വർഗത്തിലെ ദൈവശക്തി. 13 പേരുടെ നടുവിൽ നിന്ന്, ഞാൻ സെൻട്രൽ പാസ്റ്ററിലെ ലോക്കൽ പാസ്റ്ററിലെ ഒന്നുമല്ല, 13 പേരുടെ നടുവിൽ നിന്ന് ഒറ്റയ്ക്ക് പ്രസംഗിച്ചു തുടങ്ങിയതാ. ഷാരൂന്റെ ജനറൽ കൺവെൻഷൻ മുതൽ ഇന്ത്യക്കകത്ത് ഹല്ലേലൂയ, കേരളത്തിലെ 800, തമിഴ്നാടും വടക്കേ ഇന്ത്യയിൽ പ്രസംഗിപ്പ. സർവശക്തൻ എന്നെ ബലപ്പെടുത്തിയെങ്കിൽ ആ ദൈവ മക്കളെ നിങ്ങളെ ഉപയോഗിക്കും. ആരിന്ന് രാത്രി കർത്താവിന് വേണ്ടി സമർപ്പിക്കുക. ഈ ജീവന്റെ വചനമെടുത്ത നീ പുറകോട്ട് നോക്കേണ്ട കാര്യമില്ല. വിളിച്ച ദൈവം വിശ്വസ്തന. ലോകത്തിന്റെ പട്ടണങ്ങളിൽ നിന്ന് കൊണ്ടുപോകുക. ഈ കൺവെൻഷനകത്ത് പരിശുദ്ധാത്മാവ് ചില യുവാക്കളെ തൊടുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അവന്റെ ബലമുള്ള കീഴിൽ താഴ്മയോടെ ബൈബിൾ തുറന്ന് മുട്ടുമടക്കി നീ കരയാൻ തുറയാറുണ്ടെങ്കിൽ ആയിരങ്ങളുടെ നടുവിൽ നിന്ന് ഉയർത്തുക. സന്തോഷമില്ലല്ലോ? സ്വോത്രം. എന്തെങ്കിലും സാർക്ക് സന്തോഷമില്ല. IPC നല്ലൊരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട്, വളരെ സ്നേഹിക്കുന്ന പെയ്ത്ത് പ്ലസൻ. അപ്പോൾ സാറിന് അറിയായിരിക്കും, ഒരു കാലത്ത് ഞങ്ങളുടെ പ്രസംഗം കേട്ട് തുണ്ടെഴുതിയവന്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ പോയില്ലെങ്കിലും PC-നകത്ത് ചങ്കൂറ്റത്തോടെ ചെറുപ്പക്കാരൻ പ്രസംഗിക്കാറ്. കരമുയരുന്നില്ലല്ലോ. ഷാർജയിൽ നിന്ന് എത്ര പേർക്ക് വാഞ്ചയുണ്ട്. സ്വർഗത്തിലെ ദൈവമേ, എന്നെ ഒന്ന് തൊടണമേ. ശമൂവേൽ ബാലനെ തൊട്ടതുപോലെ, ശലോമോന്റെ മേൽ ജ്ഞാനം പകർന്നതുപോലെ, ദാവീദിന്റെ മേൽ അഭിഷേകത്തിന്റെ കരമിറങ്ങിയതുപോലെ, ഈ 2024 സൂപ്പർ നാച്ചുറൽ പവർ പ്രൊവൈഡഡ് ബൈ ഹോളി സ്പിരിറ്റ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പിന്മഴയുടെ കാലത്ത് നീ യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം. അവൻ മിന്നൽ പിണറേ. പുറകോട്ട് പോകരുത് സഹോദരി. ദൈവത്തിന് വേണ്ടി നെല്ല് മോനെ, ദൈവ വചനത്തിന് വേണ്ടി നെല്ല്. രാജ്യങ്ങളിൽ പട്ടണങ്ങളിൽ ദൈവം നിന്നെ അയക്കുക. അതിനായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. എന്ന് രാത്രി അത് ഏറ്റെടുക്കുന്നവർക്കായി തീർന്നില്ല. ഒരു വാക്കൂടെ വായിച്ച സമയം അവസാനിക്കാൻ പോകുന്നു. ഇവയെ കൊണ്ടൊരു പാട്ടും പാടണം. ഇനി ആട്ടിയ മാവും കവർ ചപ്പാത്തിയും കിട്ടിയാൽ, മോളൊന്ന് വായിച്ചട്ടെ. ആട്ടിയ മാവും കവർ ചപ്പാത്തിയും കിട്ടിയാൽ വെള്ളവും അളവ് പ്രകാരം ഹീനിൽ 6 അടുത്ത വാക്ക് വായിച്ചട്ടെ. വായിച്ചു. വെള്ളവും അളവ് ആരിലൊന്ന് കുടിക്കണം. അടുത്തതൂടെ നേരത്തോട് നേരം. ഇന്ന് മസാബിയുടെ വെള്ളം വഴി കളയുക. വെള്ളത്തിന് വേണ്ടി കരയാൻ പോവുക. അടുത്ത വാക്കൂടെ വായിര്. ആട്ടിയ മാവും കവർ ചപ്പാത്തിയും കിട്ടിയാൽ യവദോശ. അതിന്റെ അപ്പുറത്തൊരു വാക്കും കൂടെ ഉണ്ട്, അതുകൂടെ വായിരുമോളെ. അവർ കാണുക കേട്ടോ. ഗ്യാസും കിട്ടത്തില്ല, പെട്രോളും കിട്ടത്തില്ല.
ഇവിടെ പഴയ അച്ചായന്മാരൊക്കെ ഇരിപ്പുണ്ട്. സാറ് പഴയതാ. എൻ്റെ ഡയറിയിൽ ഒരു വാക്കുണ്ട്. 1990 ഓഗസ്റ്റ് 6 കുവൈറ്റിനെ കയറി സദാം ഹുസൈൻ അടിച്ചു. തീയിട്ടത് ഷേഖ് പാലസിലല്ല, കുവൈറ്റിൽ എണ്ണക്കിണർ. ചെറിയല്ലോ സാറ്? കുവൈറ്റിൽ എണ്ണക്കിണർ ക്ലിയർ. കഴിഞ്ഞ ദിവസം യമനിലെ ഹുദൈബ തുറമുഖം ഇസ്രയേൽ കത്തിച്ചത്. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ എണ്ണയും കിട്ടത്തില്ല, ഇവിടുത്തെ പെട്രോളും തീരും. പിന്നൊന്ന്, നോഗയുടെ കാലം. 40 ദിവസം മഴ പെയ്താൽ പത്തനംതിട്ടയിലെ റബ്ബർ 4 ദിവസം മഴ പെയ്താൽ ഇല പൊഴിയും. 40 ദിവസം പെയ്താൽ ചെതലരിച്ചു വീഴും. റേഷൻ കടയിൽ നാട്യമാവും. അതിനാസ്പദമായി ഒന്നുകൂടെ പറയാം. കേരളത്തിൽ റേഷൻ കടയിൽ സിവിൽ സപ്ലൈസ് മന്ത്രി ഇപ്പോഴേ കൊടുക്കുന്നു 10 രൂപയ്ക്ക് കുപ്പിവെള്ളം. റേഷൻ കടയിൽ വന്നതാ. നോക്കി നിങ്ങളുടെ നാട്ടിൽ ചോദിച്ചു നോക്കണം. റേഷൻ കടയിൽ 10 രൂപയ്ക്ക് കുപ്പിവെള്ളം. അവസാനം വെള്ളത്തിനടി. അഥവാ ആട്ടിയ മാവും ചപ്പാത്തിയും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നറിയാമോ? മനുഷ്യൻ്റെ മലമായ കാഷ്ടം വെയിലത്തിടും, അത് ഉണക്കും, അതിൻ്റെ മേൽ ചീനിച്ചട്ടി വെച്ച് ദോശ ചുടുന്ന കാലം വരാറായി. വരാനിരിക്കുന്ന ഈ യുദ്ധത്തിൽ നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോകണോ? ഒരിക്കൽ കൂടി സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇതാ ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാ. ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചു കൊള്ളുക. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിൻ്റെ നടുത്തൂണായി മാറ്റാൻ യേശു വരാറായി. വൈൻഡ് അപ്പ് ദിസ് മെസ്സേജ് because one word. വായിക്കാം. ജോൺ ചാപ്റ്റർ 9 വേർഡ്സ് 9:4 വായിച്ചാട്ട് മോളെ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ഇനി ഒരു 45 ദിവസം കൂടി ഈ വർഷമുണ്ട്. പെന്തിക്കോസ് പ്രസംഗിക്കാനല്ല, യേശു രക്ഷകൻ എന്ന് പറയുവാൻ. കരമുയരുന്നില്ലല്ലോ, ആരെയും കരമുയരുന്നില്ലല്ലോ. യേശു രക്ഷകൻ എന്ന് പറയുവാൻ എന്നെ ബലപ്പെടുത്തണം. അടുത്തതാ യേശു പറഞ്ഞ ഈ സംഭവം വെളിപ്പാട് പത്മോസിൽ യോഹന്നാൻ കാണുന്നതിന് മുമ്പ് യേശു ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താൻ മക്കളെ. യോഹന്നാൻ ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. കരമുയർത്തിയാട്ടെ. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി. എന്നാൽ അതിനു മുമ്പ് എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കു നീതി സൂര്യൻ രോഗവശാന്തിയുടെ മധ്യാകാശത്തിൽ ഉദിച്ചുയരും. ഇതാ അവൻ വരുന്നു, മേഘാരൂഢനായി അവൻ വരുന്നു. ഏത് കണ്ണും അവനെ കാണും. അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. ഇന്ന് രാത്രി 6ാമത്തെ പ്രഭാഷണം. 14 രാത്രി ഒരിടത്ത് വെളിപ്പാട് പറഞ്ഞിട്ട് തീർന്നില്ല. സ്വോത്രം. ഇത്രയും വചനം ഷാർജ വർഷിപ്പ് സെന്ററിനോട് പറഞ്ഞിട്ട് ഇതുവരെയും രക്ഷയുടെ പെട്ടകത്തിൽ കടക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മടങ്ങി വന്നാട്ടെ. ഒരു തീരുമാനമെടുത്ത് കർത്താവിന് വേണ്ടി നിലനിൽക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വന്നാട്ടെ. കാലം ഇനി അധികമില്ല. കാന്തൻ വരാറായി. ഒരു നിമിഷം കൂടെ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം എല്ലാവരും കേട്ടാട്ട് ഒരു 2 മിനിറ്റ് കടമെടുത്തുകൊണ്ട് പലരും അത് പ്രസംഗിക്കത്തില്ല. ഗദസമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു, ഗോൽഗോത്തായിൽ പരമയാഗമായി, പച്ച പൈൻമരത്തിൻ്റെ ക്രൂശുമായി യേശു യാത്രയായി. ക്രൂശ് ചുമക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. എമിറേറ്റ്സിലുള്ളവർ കേട്ടാട്ട് ക്രൂശിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. അതാരും ചുമക്കത്തില്ല. വയലിൽ പണി കഴിഞ്ഞ് കുറേനക്കാരനായ ഒരു ശീമോൻ, കേൾക്കണം ഈ കഥ, അവൻ വരുന്നു. പെരിട്ടോണിയസിൻ്റെ ചാട്ടവാറ് കണ്ട് പേടിച്ച അവൻ കുരിശ് ചുമന്നത്. അവൻ പറഞ്ഞ എൻ്റെ ഭാര്യ ഉണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. സ്വോത്രം. അടിയെ പേടിച്ചാ ചുമന്നത്. യേശു 33.5 തിരുവയസ്സ്. ആളത്വമുള്ള യേശു, കുറനക്കാരൻ ചെറിയവൻ, പച്ച പൈൻമരത്തിൻ്റെ ക്രൂശ് ലംബം തിരച്ചീനം. ആ യേശുവിൻ്റെ ക്രൂശ് കുറേനക്കാരൻ ചുമന്നപ്പോൾ വർഷിപ്പ് സെൻറ്ററിൻ്റെ വാട്ടർ ടാങ്കിന് താഴെ വെള്ളം വരുന്നില്ല. കേട്ടോ, ശരീരത്തിനകത്ത് പൈൻമരത്തിൽ കൂടെ രക്തമൊഴുകി. ഈ കുറേനക്കാരൻ്റെ ശരീരത്തിൽ രക്തമൊഴുകിയപ്പോൾ സ്വർഗത്തിൻ്റെ ക്യാമറ ഇറങ്ങി. ഇന്ന് രാത്രി കേൾക്കണം. സ്വർഗത്തിൻ്റെ ക്യാമറ ഇറങ്ങിയിട്ട് ചോദിച്ചു, ലൈവ് എടുക്കാൻ പറഞ്ഞു. ഏഷ്യാനെറ്റ് എടുക്കുന്ന പോലെ എൻ്റെ പ്രിയ മകൻ്റെ ക്രൂശ് ചുമക്കുന്നത് ആര്? അവൻ്റെ വീട് കാണിച്ചു. ഒരു കൊച്ചു വീട്, ഒരു ഓലമേഞ്ഞ വീട്. അവിടെ ഒരു തെങ്ങിൻ്റെ ചവിട്ടി 2 കുഞ്ഞുങ്ങൾ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. സ്വർഗം പറഞ്ഞു പേനയെടുക്കാൻ പറഞ്ഞു. ഈ കുടിലിനകത്ത് ഒരുവൻ പീലാത്തോസ് ഇരുന്ന കസേരയ്ക്കകത്തിരിക്കണം. വചനം മനസ്സിലാക്കുന്നവർക്കായി. 2ാമത്തവൻ ക്രൂശ് ചുമന്നവൻ്റെ വചനം പറയുവാൻ സ്വർഗം എടുക്കണം. അടുത്തതൂടെ കേട്ടോ. ഇതാ സുവിശേഷ പ്രസംഗം. എന്താ ഈ ക്രൂശ് ചുമന്ന് ക്രൂശീകരണം കണ്ട് യേശു കണ്ടില്ല. അവൻ വീട്ടിൽ ചെന്നു. സഹോദരി വന്നപ്പോൾ വല്ലാത്തൊരു മരണം. നാടൻ ഭാഷയിലെ സ്വോത്രം. സഹോദരി ലൈബോയുടെ സോപ്പ് കൊടുത്തു. ഒന്ന് കുളിച്ചു, മറപ്പറ്. തിരിച്ചു വന്നപ്പോൾ വീണ്ടും മണം. സഹോദരി പറഞ്ഞു, അച്ഛയാ വല്ലാത്തൊരു മണമാണല്ലോ, മാറുന്നില്ല. 2ാമതും പോയി കുളിക്കാൻ പറഞ്ഞു. 2ാമതും കുളിച്ചു. 3ാമതും നാടൻ ഭാഷയിൽ കുളിച്ചു കഴിഞ്ഞിട്ട് മണം മാറുന്നില്ല. കുറേനക്കാരനായ ശീമോൻ നാടൻ ഭാഷ എൻ്റെ ഭാവന് സഹോദരിയോട് പറഞ്ഞു, എന്നും ഞാൻ ചേറിനകത്താ പണിയെടുക്കുന്നത്. അതിനകത്തുനിന്ന് ലൈബോയി കൊണ്ട് കഴുകിയാൽ എൻ്റെ ശരീരത്തിന് ഒരു മാറ്റം വരും. പക്ഷേ എനിക്കറിയത്തില്ല. ഇന്ന് ഞാൻ ഒരുവൻ്റെ ക്രൂശ് ചുമന്നു. അവൻ്റെ ശരീരത്തിൽ ഒഴുകിയ രക്തമായി എൻ്റെ പുറത്തിറങ്ങിയത്. എത്ര ലൈബോയി തേച്ചാലും ഈ രക്തത്തിൻ്റെ മണം മാറത്തില്ല.
മനസ്സിലാകത്തില്ല. വചനം മനസ്സിലാകുന്നവർക്ക് ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ആ രക്തത്തിന്റെ മണം അവിടെ ഇറങ്ങിയപ്പോൾ അവന്റെ തലമുറകളെ ദൈവം അനുഗ്രഹിച്ചങ്ങ് കരമുയർത്തുന്നവർക്ക് എമിറേറ്റിനകത്ത് കർത്താവിന്റെ വചനമെടുത്ത് നിങ്ങളുടെ തലമുറകള് ഇന്ന് രാത്രി ഈ സത്യവചനം കേട്ടിട്ട് ഒരു കൂലിപ്പണിക്കാരന്റെ വീട്ടിൽ കളക്ടർ വരും, അമ്മമ്മ വരും ക്രൂശ് ചുമന്നാൽ വിശ്വസിക്കുന്നവർക്കായി. 2, ഒരു കൂലിപ്പണിക്കാരന്റെ മകൻ റോമിന്റെ മിഷണറി സുവിശേഷത്തിന്റെ മിഷണറിയാവോ അവസാനിപ്പിക്കാൻ പോവാ. പൗലോസേ റോമിലൊരു കൺവെൻഷന് ചെന്ന് അവിടെ ഒരു കറുത്തമ്മച്ചി ഇരിക്കുക. പൗലോസ് പറഞ്ഞ എന്താണ്? എനിക്കും കർത്താവിൽ പ്രസിദ്ധനായ രൂപോസിന്റെ അമ്മയ്ക്കും വന്ദനം. അച്ചായ അമ്മാമേ, ഷാർജയെ നിങ്ങൾ വചനമെടുത്ത് ദൈവത്തെ ആരാധിച്ചാൽ നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞാലും നിങ്ങളുടെ തലമുറകളെ മാനിക്കുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. അപ്പച്ചൻ പോയി, എന്നാൽ മകനെ ലോകത്തിന്റെ മിഷണറിയാക്കി. അപ്പച്ചൻ പോയി, മകനെ റോമിന്റെ ഗവർണറാക്കി. ഇന്ന് രാത്രി ക്രൂശിന്റെ വചനം നാശിച്ചു പോകുന്നവർക്ക് മോശത്ത്, എന്നാൽ വാർഷിപ്പ് സെന്ററിൽ ഉയർത്തുന്ന നമുക്ക് ദൈവശക്തിയാ. വാതിലുകൾ അടയാറായി, രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ തൻ്റെ സഭയെ ചേർക്കാൻ യേശു വരാറായി. ഇന്ന് രാത്രി ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. വന്നാട്ട് മക്കളെ, സഹിഷ്ണുതയോടെ എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. സഭയെ, ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റാൻ യേശു വരാറ്. എല്ലാവരും എഴുന്നേറ്റാട്ടെ. അരുമയാൻ ഒരു തമിഴ് കൊളർ എന്താ നാൾക്കളിൽ യവനേസറേ കഴിഞ്ഞ 4 ദിവസമായി ഞങ്ങളെ കരുതിയ കർത്താവ് എല്ലാ കരങ്ങളും അടിച്ച് കുഞ്ഞുങ്ങളോട് ചേർന്ന് അൻപ് കൂറുവയെ ഇന്നും അധികമാ മുഴുവുള്ളത്തോടെ ആരാധന എല്ലാ കരങ്ങളും അടിച്ച് ആരാധിച്ചാട്ടെ. കൃത്യസമയത്ത് അവസാനിക്കുക.